ദൈവദിന കെടുവിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. आज सुबह हम अपने ध्यानों को परमेश्वर के वचन की ओर लेकर जाएंगे. നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി റെവലേഷൻ വെളിപ്പാട് പുസ്തകം ചാപ്റ്റർ 16 വേഴ്സസ് 8 to 11. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. प्रकाशित वाक्य 16 अध्याय उसके 8 से नीचे कलमों के हम पढ़ेंगे. ഞാൻ തന്നെ ഇവിടെ ദൈവസന്നിധിയിൽ വായിക്കുന്ന വാക്യങ്ങൾ. ഇവിടെ കാണുവാൻ കഴിയുന്ന വാക്യപ്രകാരമാണ്: നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദൂഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. അടുത്ത വാക്യം: അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഈ വാക്യത്തിൽ നിന്നാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ചിന്തിക്കാനും ധ്യാനിക്കാനുമുള്ളത്. इन कलमों से आज सुबह के समय हम परमेश्वर के वचन से मनन करेंगे. വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനത്തെ കുറിച്ചോ വരുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചല്ല ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. प्रकाशित वाक्य के अंदर लिखा हुआ भविष्यवाणी और ना ही जो होने वाली घटना है उनके बारे में मैं नहीं बोल रहा. എന്നാൽ ഈ 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും അത്ഭുതകരമായ അതിശയകരമായ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. प्रकाशित वाक्य 16 अध्याय उसकी 9वीं और 11वीं कलम में कुछ बातों को लिखा है, वो मैं आज आपके सामने रखना चाहता हूँ. അവിടെ ഈ വാക്യത്തോട് അല്ലെങ്കിൽ ശിക്ഷാവിധിയോട് ബന്ധപ്പെട്ട് ദൈവം ഒരു അതിശയകരമായ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. यहाँ पे न्याय के संबंधित परमेश्वर कुछ बातों को यहाँ पे बताता है. ഇവിടെ എഴുതിയ വ്യക്തിയാണോ അല്ലെങ്കിൽ ദൈവമാണോ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു വാക്യം അവിടെ കാണുകയാണ്. यहाँ पे जिसने लिखा है वो खुद चौकित हो जाए वैसे बातों को यहाँ पे लिखा है. ഇവിടെ വലിയൊരു ബാധയെ കുറിച്ച് പറഞ്ഞിട്ട് यहाँ पे बड़ा एक बाधा के बारे में यहाँ पे लिखा है. അതിന്റെ താഴെ ദൈവം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്: ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. और यहाँ पे लिखा है कि परमेश्वर ने जो विपत्तियां लोगों के बीच में दी है, विपत्तियां में से लोग गुजरे परंतु लोग मन नहीं फिराए कि परमेश्वर को महिमा कर पाए. ഇതേ വാക്യം തന്നെ വേർഡ്സ് 11 കാണുവാൻ കഴിയുന്നു: അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. यहाँ पे 11वीं कलम में जब हम आते हैं तो वहां पे इस प्रकार लिखा है कि लोगों ने अपने दांत पीसे, होठों को काटे, पर फिर भी उन लोगों ने मन फिराया नहीं और अपने पापों में से उन लोग वापस लौट कर नहीं आए. ഈ വാക്യത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. ഒരു വലിയ ദൈവിക ശിക്ഷാവിധികൾ ദൈവം അവിടെ അയക്കുന്നു. यहाँ पे हमें एक बात समझना है कि परमेश्वर एक न्याय जो है लोगों के बीच में भेजता है. എന്താണോ ദൈവം എക്സ്പെക്ട് ചെയ്തത് അതിന് നേരെ വിപരീതമാണ് മനുഷ്യർ ദൈവത്തോട് പ്രതികരിച്ചത്. और यहाँ पे परमेश्वर जो लोगों से कहता है उसके विपरीत मनुष्य कार्य करता है. കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും നിരാശകളും വന്നപ്പോൾ ഒരുപക്ഷെ ദൈവം പ്രതീക്ഷ കാണാം ഇവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നേക്കാം എന്ന്. और जब एक बार जब क्लेश, संकट और दुख मुसीबत आया तो शायद लोगों ने इस प्रकार सोचा होगा कि वो परमेश्वर इस प्रकार सोचा होगा कि वो परमेश्वर की ओर लौट कर आएंगे. അവിടെ ദൈവത്തിന്റെ സർപ്രൈസ് ആണ് ഇതിരിക്കുന്നത്. അവർ ദൈവത്തെ ദുഷിച്ചതല്ലാതെ അവർ ആരും മാനസാന്തരപ്പെട്ടില്ല. यहाँ पे इस प्रकार लिखा है कि उन लोगों ने परमेश्वर को कोसा परंतु वो कोई भी मन नहीं फिराया. രണ്ട് കാര്യമാണ് സ്പെഷ്യലി അവിടെ എഴുതിയിരിക്കുന്നത്. यहाँ पे 2 बात को लिखा है. ഒന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം അവർ മാനസാന്തരപ്പെട്ടില്ല. सबसे पहली बात, परमेश्वर को महिमा देने के लिए उन लोगों ने मन नहीं फिराया. രണ്ട്, തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. और दूसरा, उनने अपने कामों को छोड़ने के लिए मन नहीं फिराया. ഇത് വരും കാലങ്ങളിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. आने वाले समयों में होने वाली बातों को पवित्र आत्मा प्रकाशित वाक्यों में लिख के रखा है. ഈ ദിവസങ്ങളില് പലരോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ വളരെ
വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് കഴിഞ്ഞു. इन दिनों में हम जिन किसी से भी बात करते हैं, सब लोग एक ही बात कहते हैं कि परमेश्वर का दोबारा आगमन काफी निकट है। ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ആ ഒരു വിശ്വാസം, ആ ഒരു പ്രത്യാശ, ആ ഒരു സെൻസ് ഉണ്ടായിരിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. हो सकता है मुझे सुनने वालों में से आप लोग काफी लोग जानते होंगे कि परमेश्वर का आगमन काफी निकट है करके आप जानते होंगे। ഞാൻ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. परमेश्वर के दोबारा आगमन के चिन्ह के बारे में मैं अभी बात नहीं कर रहा। എങ്കിലും ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവ് ഇതിന്റെ വരവിനും ആ കാലഘട്ടത്തിനും അടയാളം എന്ത്? ഇത് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. चेले लोगों ने प्रभु यीशु मसीह से पूछा है, परमेश्वर तेरे दोबारा आगमन का चिन्ह क्या होगा? യേശു രണ്ട് പ്രധാനപ്പെട്ട അടയാളങ്ങൾ പറഞ്ഞത്. ഒന്ന് പൊളിറ്റിക്കൽ ചേഞ്ച്, രണ്ട് പ്രകൃതിയിലെ നേച്ചേഴ്സിന്റെ ചേഞ്ചസ് ഉണ്ടാകും. यीशु मसीह ने दो बात को वहां पे दर्शाया। सबसे पहली बात जो है वो पॉलिटिकल चेंजेस और दूसरा जो है वो नेचुरल चेंजेस। ഇതിന്റെ ഒത്തിരി എക്സ്പ്ലനേഷൻ മാത്യുവിലും മാർക്കിലും നമുക്ക് കാണുവാൻ, ലൂക്കിലും കാണുവാൻ കഴിയുന്നുണ്ട്. इन सब के बारे में डिटेल्स में मत्ती, मरकोस, लूक और सुसमाचार में लिखा है। അപ്പോൾ ദേശത്തിലെ മാറ്റങ്ങൾ കാണുമ്പോൾ, ആകാശത്തിലെ മാറ്റങ്ങൾ കാണുമ്പോൾ, രാഷ്ട്രങ്ങളിലെ മാറ്റങ്ങൾ കാണുമ്പോൾ അതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണെന്ന് ഓരോ ദൈവവിശ്വാസിയും വേഗത്തിൽ തിരിച്ചറിയുവാൻ കഴിയണം. एक एक देश का एक हमारे वातावरण में जो बदलाहट है और देशों में जो बदलाहट है और पॉलिटिकल स्थिति में जो बदलाहट है, ये सब देखेंगे तो परमेश्वर के लोगों को जानना है कि भी प्रभु यीशु मसीह का दोबारा आगमन काफी निकट है। അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ലേഖനങ്ങളിൽ പൗലോസിന്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. മനുഷ്യന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് प्रेरित पौलुस अंतिम समयों में मानव जाति के बीच में उनके स्वभाव में जो व्यवहार में जो फर्क आता है वो प्रेरित पौलुस हमें सिखाता है। കർത്താവിന്റെ വരവ് അടുക്കുമ്പോൾ മനുഷ്യരുടെ ഹൃദയം അല്പം കൂടെ കഠിനപ്പെട്ടു പോകുവാനിടയായി തീരും. प्रभु यीशु मसीह के दोबारा आगमन के समय में मानव जाति का दिल जो है तो थोड़ा और कठोर हो जाएगा। ഇതിന്റെ ഏറ്റവും പെർഫെക്റ്റ് വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ച റെവലേഷൻ ചാപ്റ്റർ 16 വേഴ്സസ് 9 and 11. अभी सबसे अच्छे कलम हमने यहाँ पे पढ़ा है प्रकाशित वाक्य 16 अध्याय उसके 9वीं और 11वीं कलम। അവർ ദൈവത്തെ ദുഷിച്ചതല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം അവർ മാനസാന്തരപ്പെട്ടില്ല. उन्हें परमेश्वर के सामने विपरीत थे, उन्हें बड़बड़ाया परंतु उन्हें मन नहीं फिराया। വേഴ്സ് 11, അവർ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. 11वीं कलम में इस प्रकार लिखा, स्वर्गीय परमेश्वर के उन्होंने निंदा की परंतु अपने कामों से मन नहीं फिराए। ആരാണ് മാനസാന്തരപ്പെടേണ്ടത്? किसको मन फिराना है? ആരാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്? किसको परमेश्वर को महिमा देना है? തിരിച്ചണം. ഈ കാലഘട്ടങ്ങളിൽ ഈ വചനം ദൈവസഭയോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. हमें एक बात समझना है कि इन दिनों में पवित्र आत्मा परमेश्वर की कलीसिया से बात कर रहा है। വാക്യം എന്നോടും നിങ്ങളോടുമാണ് ഇന്ന് പകൽ സംസാരിക്കുന്നത്. ये जो कलम है वो मुझसे और आपसे परमेश्वर बात करता है। നമ്മുടെ ചുറ്റും മരണങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ ചുറ്റും രോഗങ്ങൾ പെരുകുമ്പോൾ, പണ്ടേതോ രാജ്യത്ത് കണ്ട പോലെ കാഴ്ചകൾ ഇന്ത്യയിൽ കണ്ടു തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ തകർന്നിട്ടുണ്ടോ? जो घटनाएं जो बाकी देशों में होता है वैसे घटनाएं अगर आज हमारे भारतवर्ष के अंदर हम देख रहे हैं और सुन रहे हैं तो क्या हमारे दिल कहीं पे टूटा है क्या? ഈ കോവിഡ് വന്ന് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ കയറി തുടങ്ങി. ये कोविड जो है आकर बढ़कर हमारे परिवारों में आ पहुंचा है। ഈവൻ നമ്മൾ മരണത്തെ പോലും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. अभी जो है हमारे मृत्यु के इंतजार में है लोग। എന്നിട്ട് മാറ്റം സംഭവിക്കാത്തത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനാണെന്ന് മറന്നു പോകരുത്. फिर भी अभी बदलाहट कोई भी किसी हालत में बदलाहट नहीं है, उसका कारण ये कि मेरे और आपका दिल के कठोरपन। ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി എന്റെ ഹൃദയത്തോട് ഇടപെട്ട വാക്യങ്ങളാണ്, വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. आज सुबह के समय पवित्र आत्मा ने काफी सामर्थ्य के साथ मुझसे बात किया। उन कलमों को मैं आप लोगों के बीच में रखता हूँ। ദൈവസഭ ഹൃദയം നുറുക്കത്തോടെ ദൈവത്തിനെ മടങ്ങി വരാത്ത സമയം വരെയും, മടങ്ങി വരുന്നത് വരെയും ഈ പ്രയാസങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. जब तक परमेश्वर की कलीसिया वापस से परमेश्वर के हुजूरी में लौट कर मन फिरा कर नहीं आता, तब तक ये पीड़ा में से हमें गुजरना होगा। എല്ലാം ഓട്ടക്കളത്തിൽ ഓടുന്നവരാ, ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടുന്നവരാ, പക്ഷേ പലരുടെയും ട്രാക്ക് തെറ്റിയാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നത്.
हम सब मसीह विश्वासी की जिंदगी में हम सब दौड़ शामिल हुए हैं और दौड़ रहे हैं, परंतु एक बात हमें समझना है कि हम जिस दौड़ रहे हैं हम गलत मार्ग में दौड़ रहे हैं। ഓടുന്ന മുൻപോട്ട് തന്നെയാ, പക്ഷേ ലക്ഷ്യങ്ങൾ പലതും മറ്റു പലതുമായി മാറ്റപ്പെട്ട് കഴിഞ്ഞു. हम आगे की ओर दौड़ तो रहे हैं, परंतु हमारा लक्ष्य जो है वो बदल चुका है। ദൈവസഭ ഹൃദയ നുറുക്കത്തോടെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങിയവരുടെ കാലങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. परमेश्वर के कलीसिया को मन फिरा कर वापस लौट कर आने का समय आ पहुंचा है। ദൈവങ്ങളെ, ഈ കോവിഡ് എങ്ങനെ മാറും നിങ്ങൾക്കറിയാമോ? हे प्रिय लोग, आप जानते हो कि ये कोविड कैसे हट सकता है? ദൈവസഭ ഹൃദയ തകർച്ചയോടെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മാത്രമേ ഈ വ്യാധി ലോകത്ത് മാറ്റപ്പെട്ടു പോവുകയുള്ളൂ. परमेश्वर की कलीसिया टूटे हुए मन के साथ जिस दिन प्रार्थना करने के लिए शुरू करेंगे उस दिन ये महामारी इस दुनिया छोड़कर जाएगा। വചനം ന്യായപ്രമാണ കാലഘട്ടങ്ങൾ മുതലേ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. व्यवस्था के समय से लेकर परमेश्वर के वचन के अंदर इन सारे बातों को लिखा गया है। ഈ ദൈവജനമായ ഇസ്രായേൽ മേൽ ദൈവിക ന്യായവിധികൾ കടന്നു വന്ന് ജനങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ അഹരോൻ ധൂപകലശമായി ഓടി ജനത്തിന്റെയും പാതയുടെയും ഇടയിൽ കയറി നിന്നു. इस्राएली लोगों के बीच में जब पाप बढ़ने लगा और बीमारियां फैलने लगा तो अहरोन जो है परमेश्वर के सामने आता है और लोगों के बीच में रहते हुए और वहां पे परमेश्वर के और लोगों के बीच में मध्यस्थता करता है। ഇവന്റെ ധൂപകലശത്തെ, ഇവന്റെ മധ്യസ്ഥതയെ, ഇവന്റെ പൗരോഹിത്യ അവകാശത്തെ മറികടന്ന് ബാധയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. और इसके जो अहरोन के जो मध्यस्थता है परमेश्वर के सामने उसको और उसके याजक का जो सेवक है, याजक का जो अभिषेक उसके ऊपर है, और ये महामारी कोई भी इसको पार कर नहीं जा पाए। മറ്റൊരു ഭാഗത്ത് ബാധകൾ കടന്നു വന്നപ്പോൾ മോശ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ ജനത്തോട് എന്നെ ഓർത്ത് ഈ ജനത്തോട് ക്ഷമിക്കണമേ. മോശ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. और दूसरे एक भाग में हम देख पाते हैं जहां पे मूसा परमेश्वर के सामने रोता है कि हे परमेश्वर इन लोगों के पाप को तू माफ कर करके वो परमेश्वर के सामने रोता है। ദൈവസന്നിധിയിൽ അകൃത്യം ചെയ്ത് ബാധകൾ കടന്നു വന്നപ്പോൾ ഫീനെഹാസിൽ കൂടി എങ്ങനെ ദൈവം പ്രവർത്തിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കാനിടയായി തീർന്നു. और पिछले दिनों में मैंने आप लोगों से बताया कि जब पाप जब बढ़ गया था और वहां पे परमेश्वर का न्याय जब उतर आया, वहां पे परमेश्वर ने किस प्रकार कार्य किया करके मैंने आप लोगों को बताया। ചെറുപ്പക്കാരനായ വളരെ യങ്ങായ ഫീനെഹാസ് അവന്റെ വല്യപ്പനായ ശ്രേഷ്ഠ മഹാപുരൻ അഹരോൻ പോലും നിൽക്കുന്ന സമയത്ത് ഇവൻ എഴുന്നേറ്റ് ന്യായവിധി നടത്തി ഇസ്രായേലിന്മേൽ ദൈവത്തിന്റെ കോപം നിന്നു പോകുവാനിടയായി തീർന്നു. और यहाँ पे इजरायली लोगों का जब पाप बढ़ा तो वहां पे उसने किस प्रकार अन्याय किया, और उसके जब दादा लोग भी वहां पे खड़े थे उन लोगों के सामने भी उसने परमेश्वर के लिए खड़ा रहा और न्याय किया और परमेश्वर का कार्य उतराया। ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവസഭ ഒന്നിച്ച് മാനസാന്തരപ്പെട്ട് ഹൃദയ തകർച്ചയോടെ വേദനയോടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങുമോ ദൈവം ദേശത്ത് അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. मुझे सुनने वाले प्रिय लोगों, आज सुबह के समय मैं आप लोगों से कहना चाहता हूं, अगर हम परमेश्वर की कलीसिया एक मन होकर एक चित होकर टूटे हुए मन के साथ इन विषयों को लेकर हम प्रार्थना करेंगे तो परमेश्वर की कलीसिया छुटकारा देख पाएगा। മാസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസനൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നപ്പോൾ അവിടെ ദൈവദാസൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വെളിപ്പാട് പറയുവാനിടയായി തീർന്നു. कुछ महीनों पहले जब मैंने एक ऑनलाइन मीटिंग में शामिल हुआ तो परमेश्वर के दास ने एक बात इस प्रकार बताया। അദ്ദേഹം ദൈവസഭകളെ കുറിച്ച് പറഞ്ഞൊരു ദൈവിക വെളിപ്പാടായിരുന്നത്. वो परमेश्वर के दास ने परमेश्वर के कलीसिया के लिए बताया हुआ एक भविष्यवाणी है। കോവിഡ് ഒന്നും ഈ ലെവലിലേക്ക് വരികയോ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്തിരുന്നില്ല. तो समय में कोविड जो है इतना बड़ा नहीं था और इतना समस्या खड़ा नहीं कर रहा था। അദ്ദേഹം പറഞ്ഞ വെളിപ്പാടാണ്, വരും നാളുകളിൽ ദൈവസഭയുടെ മുൻപിൽ രോഗികൾ വന്ന് ക്യൂ നിൽക്കും. ആശുപത്രിയിൽ എടുക്കുവാൻ കഴിയാത്തവർ, ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടവർ, ആശുപത്രിയെ തള്ളിക്കളഞ്ഞവർ ദൈവസഭ മുമ്പിൽ വന്ന് നിൽക്കുകയും കൊണ്ടുവരികയും അവർ സൗഖ്യം പ്രാപിക്കുന്ന കാലഘട്ടത്തിലേക്ക് ദൈവസഭ ഉയരുവാൻ പോവുകയാണ്. वो परमेश्वर के दास ने इस प्रकार भविष्यवाणी में बोला कि ऐसा एक समय आने वाला है जहां पे बीमारी लोग जिनको अस्पताल में दाखिल नहीं किया जाएगा या फिर अस्पताल में दाखिल करने के बाद जो छुटकारा नहीं पाते, वैसे लोगों का एक बड़ा झुंड कलीसिया के बाहर लाइन लगेगा और उन लोग कलीसिया में आएंगे, प्रार्थना करेंगे और छुटकारा को पाएंगे।
കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മീറ്റിംഗ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയ ജെറിനും മോബിനും ഓർപ്പിച്ച് ഓരോ വാക്യങ്ങൾ ഞങ്ങൾ വേഗത്തിൽ പറഞ്ഞു വിടാം. पिछले दिनों में हमारे ये नौजवान जो है जरीन और मोबिन, उन लोगों ने जो वचनों को बताया वो मैं जल्दी आप लोगों के सामने बताना चाहता हूँ. അവിടെ കാണുവാൻ ജെറിൻ പറയുന്ന വാക്യം ഇതാണ്: നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തി പോലും മരിച്ചു പോകരുത്. जरीन ने इस प्रकार बताया कि हमारे प्रार्थना के कमी के वजह से कोई एक व्यक्ति भी मरना नहीं चाहिए. മരിക്കുമോ മരിക്കാതിരിക്കുമോ ജീവിക്കുമോ ഇല്ലയോ അതൊക്കെ ദൈവത്തിന്റെ കാര്യം. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു കുറവ് കൊണ്ട് ഒരു വ്യക്തി പോലും മരിച്ചു പോകരുത്. वो जिए या ना जिए वो हमारे हाथ में नहीं है, वो परमेश्वर के हाथ में है. परंतु हमारे प्रार्थना के कमी के वजह से किसी को कोई नुकसान नहीं होना चाहिए. വാക്ക് എനിക്ക് വളരെ എന്നെ ചിന്തിപ്പിച്ചു. അവിടെ പറഞ്ഞ വാക്യം ഇതാണ്: പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഒരു വ്യക്തിയോ ഒരു പാസ്റ്ററോ അല്ല പ്രാർത്ഥിച്ചത്, ദൈവസഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. मुझे सबसे ध्यान दिया हुआ, आकर्षित किया हुआ कलम उनने इस प्रकार बताया कि जब पत्रोस जब बंदी गृह में था तो वहां पे एक व्यक्ति या फिर एक परमेश्वर के दास ने प्रार्थना नहीं किया, परंतु पूरे कलीसिया ने एक साथ होकर, उन लोगों ने एकजुट होकर प्रार्थना किया. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ആ ദൈവിക വെളിപ്പാടുകൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. हमारे नौजवानों के दिलों के अंदर परमेश्वर की आत्मा जो दर्शन दे रहा है उसको मैं याद करके परमेश्वर को धन्यवाद देता हूँ. നമ്മൾ ഈ ദൈവിക വെളിപ്പാടിലേക്ക് മടങ്ങി വരണം. നമ്മുടെ സഭകളിൽ എന്ത് രോഗികളെ കൊണ്ടുവരുവാനിടയായി തീരണം. हे प्रिय लोगों, हमें परमेश्वर के हुजूरी में लौट कर आना है और हमारे कलीसिया में हमें लोगों को लेकर आना है. ഒരു വ്യക്തിയെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വ്യക്തിയെങ്കിലും എന്നോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വാക്കെങ്കിലും ആശ്വാസം പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റും കിടപ്പുണ്ട്. हमारे चारों तरफ अगर हम देखने जाएंगे तो हजारों लोगों संख्या में लोग हैं जो इस प्रकार सोच रहे हो कि मेरे लिए प्रार्थना करने वाले या फिर मेरे बारे में चिंता करने वाले कोई लोग होता तो अच्छा होता. നോക്കുക, ഒരു ഹോസ്പിറ്റൽ വാതിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റൽ വാതിലേക്ക് ആംബുലൻസുകൾ മാറി മാറി സഞ്ചരിക്കുന്നു. മിക്കയിടത്തും ഒരു പേഷ്യന്റിനെ പോലും എടുക്കുന്നില്ല. और आप अगर बाहर निकल कर देखोगे तो अस्पताल के दरवाजे से दरवाजे तक एम्बुलेंस जो है मरीजों को लेकर जाता है, परंतु अस्पताल वाले उनको स्वीकार नहीं करते. ഇത് ഡോക്ടറിനെ സൗഖ്യമാക്കുന്നുമോ മെഡിസിൻസിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുള്ള ചിന്ത കൊണ്ടൊന്നുമല്ല, മരണത്തെ കുറിച്ചുള്ള ഭീതി കൊണ്ടും മനസ്സിന്റെ ആകുല ചിന്തകൾ കൊണ്ട് കുടുംബാംഗങ്ങൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ പ്രിയപ്പെട്ടവരും കൊണ്ട് ഓടുകയാണ്. यहाँ पे डॉक्टर की दवाई खाने से चंगाई पा जाएंगे सोचकर नहीं, परंतु इन्हें क्या होगा सोचकर उस घबराहट में, उस डर में लोग जो है अपने बीमारी लोगों को लेकर अस्पताल के दरवाजे खटखटा रहे हैं. കാലഘട്ടത്തിലാണ് ദൈവസഭ അവരുടെ അഭിഷേകത്തെ തിരിച്ചറിയേണ്ടത്. हम के कौन से समय में है कर परमेश्वर के कलीसिया को पहचानना बहुत जरूरी है. മക്കളെ, നമ്മൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഓക്സിജൻ ലെവൽ കുറഞ്ഞ രോഗിയുടെ ഓക്സിജൻ വർദ്ധിക്കുവാനിടയായി തീരണം. हे प्रिय लोगों, हम जब प्रार्थना फोन के द्वारा प्रार्थना करेंगे तो जिस व्यक्ति का ऑक्सीजन लेवल कम है उसका ऑक्सीजन लेवल ज्यादा होना चाहिए. ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ആംബുലൻസുകൾ തിരിഞ്ഞ് ചർച്ചുകളിലേക്ക് വരുവാൻ തുടങ്ങണം. अस्पताल ढूंढ कर जाने वाले एम्बुलेंस जो है वो कलीसियाओं को ढूंढ कर आना चाहिए. ഞാൻ കുറച്ച് വിശ്വാസത്തെ കുറിച്ചല്ല പറയുന്നത്, ലോകത്തിന് മുഴുവൻ ബോധ്യം വരണം. ഒരു സഭയിൽ ചെന്നാൽ ഒരു കുറച്ച് വിശ്വാസനോട് പ്രാർത്ഥിച്ചാൽ, ഒരു ദൈവദാസനോട് പ്രാർത്ഥിച്ചാൽ ഞാൻ സൗഖ്യമാകും, എന്റെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടും. ആ ഒരു വിശ്വാസം ജനത്തിന് കൊടുക്കുവാൻ കഴിയത്തക്ക രീതിയിൽ സഭകൾ മാനസാന്തരത്തിലേക്ക് വരേണ്ട കാലമാണിത്. मैं एक झुंड लोगों के बारे में नहीं कह रहा, एक छोटे से झुंड के बारे में नहीं कह रहा, परंतु परमेश्वर के कलीसिया को प्रार्थना कर वापस लौट कर आना है ताकि लोग विश्वास करें कलीसिया में आने से चंगाई पाएंगे करके. ഞാൻ കുറച്ച് അതിശയോക്തികൾ പറയുന്നല്ല ദൈവങ്ങളെ, വചനം എന്താ പഠിപ്പിക്കുന്നത്? യേശു ഇരുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവർ അവനെ കട്ടിലോടെ താഴേക്ക് ഇറക്കി. मैं यहाँ पे बढ़ोतरी के लिए मैं अपने बातों को नहीं कह रहा, परंतु जहाँ जिस घर में यीशु मसीह था उस घर के छत को खोलकर वहां पे मरीज को उतारा. അവൻ എഴുന്നേറ്റ് സൗഖ്യത്തോടെ സന്തോഷത്തോടെ അവിടുന്ന് പോകുന്ന കാഴ്ചകൾ കാണുന്നു. वहां पे लोग चंगाई को प्राप्त करते हैं और उठकर चलकर निकलते करके हम देखते हैं. ആർക്കും വേണ്ടാതെ ആരാലും അന്വേഷിക്കപ്പെടാൻ കിടന്ന ഒരു കുഷ്ഠരോഗി വന്നിട്ട് യേശുവിനെ ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. और वहां पे कोई भी देखने वाला नहीं है, वैसा एक कोड़ी बीमारी जो है वहां पे आता है, परमेश्वर के सामने आता है और वहां पे परमेश्वर उसको चंगाई करता है. യേശു അവനെ തൊട്ടു, അവനോട് പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാവുക.
यीशु मसीह उसको छूता है और कहता है कि मैं चाहता हूं तू चंगाई पा और तू चंगा हो जा। കുഷ്ഠരോഗി സൗഖ്യമായതിനു ശേഷമല്ല യേശുവിനെ തൊട്ടത്. യേശു തൊട്ടപ്പോൾ യേശുവിനറിയാം അവന് കുഷ്ഠം എന്നെ ബാധിക്കില്ല, മറിച്ച് എന്റെ അഭിഷേകം അവന്റെ ശരീരത്തിൽ വ്യാപരിച്ച് അവൻ സൗഖ്യമായി മാറ്റപ്പെടും. कोड़ी व्यक्ति ने जो यीशु मसीह को छूने के बाद उसने चंगाई नहीं पाया और ना ही यीशु मसीह ने इस प्रकार सोचा कि मैं उसको छूंगा तो उसकी कोड़ी बीमारी मुझे लगेगी, ऐसा भी नहीं सोचा, परंतु परमेश्वर ने हाथ को बढ़ाकर उसको चंगा किया। മക്കളെ, നമ്മൾ ഈ ലെവലിലേക്ക് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. हे प्रिय लोगों, हमारे अंदरूनी आंखों को हमें इस सिरे तक हमें खोलना है। യേശു മാത്രമല്ല, ശിഷ്യന്മാരുടെ കാലത്ത് ആദിമസഭയിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരുന്നു. केवल यीशु मसीह के समय में ही नहीं, परंतु शुरुआत के समयों में कलीसियाओं के अंदर इस प्रकार के अचंभव काम हुआ करता था। ഈ നമ്മള് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം മാർക്ക് ചാപ്റ്റർ 16 പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അവിടെ ചില ദൈവിക അധികാരങ്ങൾ അവരുടെ മേൽ പകർന്ന് യേശുവിനെ പറഞ്ഞയക്കുകയാണ്. मरकुस रचित सुसमाचार 16 अध्याय में जब हम आते हैं, वहां पे लोग चंगाई को पाते हैं, छुटकारों को पाते हैं और लौट कर जाते हैं। ഇവിടെ പറയുന്ന വാക്യം ഒന്ന് മാത്രമാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. वहां पे एक वचन इस प्रकार स्पष्ट रूप में लिखा है, जो विश्वास करेगा उनके अंदर इन चमत्कारों को देखा जाएगा। സത്യത്തിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. और सचमुच देखने जाएंगे तो हमारे अंदर विश्वास जो है उसकी कमी है। നമ്മൾ പറയും, ഒരു രോഗി അവൻ ക്രിട്ടിക്കലായി പറയും, ഒരു കാര്യം ചെയ്യ്, അവനെ സ്റ്റെർലിംഗിൽ കൊണ്ടുപോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, നമ്മൾ സജഷൻ കൊടുക്കുകയാണ്. और अगर हमारे बीच में कोई एक व्यक्ति बीमार हो जाए तो हम जो है उसको इस प्रकार बताते हैं कि अच्छा ठीक है, उनको लेकर स्टर्लिंग जा या फिर और कोई अच्छे हॉस्पिटल में लेके जा करके। നമ്മൾ എന്തുകൊണ്ട് യേശുവിനെ പ്രസന്റ് ചെയ്യുന്നില്ല? हम क्यों वहां पे यीशु मसीह को आगे नहीं रखते? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കൊന്ന് ഓർപ്പിക്കാം. നമ്മൾ ഒരു പ്രാർത്ഥന വിഷയം കാണുമ്പോൾ വാട്സാപ്പിലൊക്കെ ഫോർവേഡ് വരുമ്പോൾ നമ്മൾ ചെയ്യും, പ്രേയിങ് എന്നോ ഇല്ലെങ്കിൽ ചില അപ്കോളിംഗ് ആൻസർ ഒക്കെ കാണിച്ച് നമ്മളത് ഫോർവേഡ് തട്ടി അടുത്ത ഗ്രൂപ്പിലേക്ക് വിടുകയാണ്. और इन दिनों में जो प्रार्थना का विषय जब व्हाट्सएप ग्रुप में आता है तो अधिकतर लोग जो है प्रेइंग लिखते हैं या तो फिर हाथ को इस प्रकार जोड़कर एक सिंबल भेज देते हैं और उसके बाद वो विषय को हम दूसरे ग्रुपों में हम फॉरवर्ड कर देते हैं। ക്രിട്ടിക്കൽ പ്രാർത്ഥനാ വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ വരുമ്പോൾ ഹൃദയം തുറന്ന് ഒരു മിനിറ്റ് നമുക്ക് എപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? कोई भी जब प्रार्थना का विषय आता है तो क्या हम अपने दिलों को खोलकर एक मिनट नहीं तो कम से कम 1 मिनट हम परमेश्वर के सामने उस विषय के लिए प्रार्थना करते हैं क्या? നമ്മുടെ ഏറ്റവും ഈസിയും ഏറ്റവും പ്രധാന ഡ്യൂട്ടിയും അത് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. हमारा अभी बहुत ही आसान एक ड्यूटी बन चुका है कि विश्व प्रार्थना का जब विषय आता है तो उसको आगे दूसरे ग्रुपों में फॉरवर्ड किया जाए। മക്കളെ, മനസ്സിലാക്കി ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനാ വിഷയം നമ്മളോട് പറയുമ്പോൾ, നമ്മൾ കാണുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ പ്രാർത്ഥിക്കാമെന്നൊരു വാക്ക് പറയുകയല്ല, അപ്പോൾ തന്നെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. हे प्रिय लोगों, मुझे सुनने वाले प्रियो, आने वाले दिनों में जब भी हम प्रार्थना का विषय को हम देखते हैं या फिर सुनते हैं तो उसको दूसरे ग्रुपों में फॉरवर्ड करने से पहले कम से कम 1 मिनट निकाले और हम दिल से उस विषय के लिए प्रार्थना करें। ഓരോ പ്രാർത്ഥനാ വിഷയവും ദൈവം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിന് പിന്നിൽ നിങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് ചിലതൊക്കെ ദൈവം നിങ്ങളെ കണ്ണിൽ കൊണ്ട് തരുന്നത്. एक एक प्रार्थना विषय जो परमेश्वर हमारे सामने लेकर आता है, उसके पीछे परमेश्वर की योजना है। परमेश्वर चाहता है कि आप लोग प्रार्थना करें और उस विषय में एक छुटकारा, एक चंगाई हो, इसलिए परमेश्वर वो विषयों को आपके सामने लेकर आता है। ഇന്ത്യൻ സഭയുടെ 80% ഇപ്പോഴും ഡീപ് സ്ലീപ്പിൽ കിടക്കുകയാണ്. और परमेश्वर की कलीसिया कम से कम 80% लोग आज भी सो रहे हैं। നോക്കണം, നമ്മൾ ഉണരണം, നമ്മൾ മാനസാന്തരപ്പെടണം, നമ്മുടെ ഹൃദയങ്ങൾ തകരണം, നമ്മുടെ ശക്തിയും അഭിഷേകം നമ്മൾ തിരിച്ചറിയുവാനിടയായി തീരണം. हमें इन दिनों में जागरूक होना है, हमारे दिलों को परमेश्वर के सामने तोड़ना है और मन फिर आकर लौट कर आना है। നമ്മുടെ മേൽ ദൈവിക അധികാരമുണ്ട്, നമ്മുടെ മേൽ ദൈവിക അഭിഷേകമുണ്ട്, നമ്മളെ കുറിച്ച് ദൈവിക പദ്ധതിയുണ്ട്. അത് പലപ്പോഴും കാണുവാൻ കഴിയാതെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് സാത്താൻ മറച്ചു വെച്ചിരിക്കുകയാണ്. हमारे ऊपर परमेश्वर का अभिषेक है, परमेश्वर का अधिकार है, परंतु शैतान ने काफी सारे बातों को और बहानों को लेकर आकर हमें उसने पर्दा डालकर हमें कवच कर दिया, बंद कर दिया है। നമ്മുടെ സഭയിലെ എല്ലാ വ്യക്തികളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ സൗഖ്യമാകുമെങ്കിൽ
നമുക്ക് സഭയിൽ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യമില്ല. നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം സൗഖ്യമാകുമ്പോൾ ദൈവരാജ്യം വേഗത്തിൽ വർദ്ധിക്കുവാനിടയായി തീരും. हमारे कलीसिया एकजुट होकर अगर प्रार्थना करेंगे, जो लोग बीमारी है वो लोग चंगे हो जाएंगे और परमेश्वर के राज्य में अनेक लोगों को हम लेकर आ पाएंगे. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയണം. परमेश्वर पर पूरी तौर से हमें विश्वास करना है ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. और परमेश्वर की ओर हमें लौट कर आना है. ഞാൻ ചോദിക്കട്ടെ, ഈ കോവിഡിന്റെ 2ാം തരംഗം വന്നപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ഹെൽത്ത് വർക്കേഴ്സും ഗവൺമെന്റൊക്കെ ഭയങ്കര ബിസിയായി മാറ്റപ്പെട്ടു. और ये कोविड का जो दूसरा फेज आया तो यहाँ पे हेल्थ वर्कर्स, डॉक्टर्स और नर्सेस सब बहुत ही बिजी हो गए हैं. നമുക്ക് എന്ത് മാറ്റമാണ് നമ്മുടെ ആത്മീയത്തിൽ ഉണ്ടായത്? और हमारे आत्मिक जिंदगी में क्या बदलाहट आया है? പ്രാർത്ഥന സമയങ്ങൾ കൂടിയോ? അതിന്റെ വചനയാതന സമയങ്ങൾ കൂടിയോ? എന്റെ ഹൃദയം ഒന്ന് തകർന്നോ? എനിക്ക് അല്പം കൂടി ദിവസം വളരുവാൻ കഴിഞ്ഞോ? क्या मैंने प्रार्थना के लिए अधिक समय निकालना शुरू किया है? क्या परमेश्वर का वचन मनन करने के लिए मैंने समय ज्यादा निकालना शुरू किया है? क्या मैंने अपने परमेश्वर के सामने अपने दिलों को तोड़ा है क्या? നമുക്കിതെല്ലാം പതിയെ 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 ശീലമായി ജീവിതത്തിന്റെ ഭാഗമായി പതിയെ മാറുകയാണ്. और ये सब बातें जो है धीरे 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 कर कर हमारे आदत, दिन प्रतिदिन में एक आदत बन चुका है. ഇങ്ങനെ വന്നു വന്നു പോകുന്ന വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ വായിച്ച വാക്യം. റെവല്യൂഷൻ ചാപ്റ്റർ 16, 9 and 11. അവര് ഇതെല്ലാം സംഭവിച്ചിട്ടും അവർ ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ ദൈവത്തിനും അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ये सब होने के बाद भी हमने जिस प्रकार पढ़ा, प्रकाशित वाक्य 16वें अध्याय उसके 9वीं कलम में लिखा है, लोगों के दिलों जिंदगी में इतने सारे बातें घटना होने के बाद भी उन लोगों ने परमेश्वर के सामने उन्हें कोसा, परमेश्वर के विरुद्ध उन लोग खड़े हुए, परंतु कभी उनने मन नहीं फिराया. അതിന്റെ വാക്യങ്ങൾ വ്യക്തമാണ്. ദൈവം യഥാർത്ഥത്തിൽ അവിടെ എന്താ എക്സ്പെക്ട് ചെയ്തത്? അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്ന ദൈവം പ്രതീക്ഷിച്ചു. यहाँ पे सचमुच हम देखने जाएंगे तो परमेश्वर ने उनसे क्या चाहा? परमेश्वर ने चाहा कि वो मन फिराए और लौट कर परमेश्वर के पास वापस आए. ദൈവം കൊടുത്ത അവസരമായിരുന്നു അവരുടെ ജീവിതത്തിൽ. അത് परमेश्वर ने उनके जिंदगी में एक मौका दिया था. അത് തന്നെ പറയുന്നത്. അവർ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെടാതെ ദൈവത്തെ ദുഷിച്ചു, മാനസാന്തരപ്പെട്ടതേ ഇല്ല. 11वीं कलम में इस प्रकार लिखा है कि उनने अपने कामों को, उनने अपने बातों को नहीं छोड़ा और ना ही उनने मन फिराया. ദൈവങ്ങളെ, ദൈവസഭയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ സഭയ്ക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മാനസാന്തരപ്പെടുവാൻ ദൈവം തന്ന ഏറ്റവും നല്ല കാലഘട്ടം ഇതാണ്. നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. हमें एक बात बहुत अच्छी तरह समझना है कि कलीसिया को मन फिरा कर लौट कर आने के लिए परमेश्वर ने बहुत ही अच्छा एक समय हमें दे रखा है. ഒരുപക്ഷെ ഞാനും നിങ്ങളും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നുണ്ടാവാം. हो सकता है मैं और आप शायद इस बात का घमंड करते होंगे कि मैं और आप विश्वासी है करके. എന്നേക്കാൾ നിങ്ങളെക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുന്ന ജാതീയ വ്യക്തികൾ, മറ്റു മതത്തിൽപ്പെട്ട വ്യക്തികളുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. एक बात याद रखना कि मुझसे और आपसे भी ज्यादा यीशु मसीह को प्रेम करने वाले, प्यार करने वाले अन्य जाति में भी लोग है करके मत भूलना. ഇതൊരു ലൈവ് ആണെങ്കിലും ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ മധ്യപ്രദേശിൽ ഈ ക്രിസ്ത്യൻ നൺസിനെ അവര് ഉപദ്രവിച്ച സമയത്ത് അതിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന ഒത്തിരി നല്ല കമന്റുകൾ എന്റെ ഹൃദയത്തിൽ സ്പർശിക്കാനിടയായി തീർന്നു. और पिछले दिनों में मध्य प्रदेश में नन्स को जो है काफी पीड़ा दिया गया था. उसके बाद वो जो लाइव जब गया था तो उसके नीचे बहुत सारे कमेंट्स मैंने पढ़े और देखे, तो वो कमेंट्स काफी मैंने देखकर मेरे अंदर एक खुशी हुआ. ഒത്തിരി ആൾക്കാർ എഴുതിയിരിക്കുകയാണ്, അവർ ക്രിസ്ത്യൻസ് അല്ല, പക്ഷെ അവർ എഴുതിയിരിക്കുകയാണ്, I am belongs to this religion but I still love Jesus. उन्हें कमेंट्स में इस प्रकार लिखा है कि आई एम नॉट ए क्रिश्चियन, आई बिलोंग टू दिस रिलीजन. मैं मसीह विश्वासी नहीं हूँ, वो मैं दूसरा एक धर्म को मानता हूँ, परंतु मैं यीशु मसीह को प्रेम करता हूँ. I belong to this religion but still I pray to Jesus. I love Jesus. मैं दूसरा एक धर्म को मानता हूँ, परंतु मैं यीशु से प्रेम रखता हूँ और यीशु से प्रार्थना करता हूँ. വീണ്ടും പറയട്ടെ ദൈവമക്കളെ, ഒരു ഓർഗനൈസേഷനെ ചേർക്കുവാനല്ല യേശു മടങ്ങി വരുന്നത്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവരെ ചേർക്കുവാൻ അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനായി വരും. मैं एक और बार आप लोगों से कहना चाहता हूँ, यीशु मसीह दोबारा जब आएगा कोई संस्था को लेकर जाने के लिए नहीं आएगा, परंतु उसके बाट जो कर इंतजार के साथ जो बैठे हैं उनको ले जाने के लिए यीशु मसीह दोबारा आएगा. യേശു മടങ്ങി വരുമ്പോൾ
നമ്മൾ പോലും വിചാരിക്കാത്ത പല സ്റ്റേറ്റിലെയും ആൾക്കാർ, ഞാൻ സ്റ്റേറ്റിലെ പേര് ഉറക്കെ പറയുന്നില്ല, പല സ്റ്റേറ്റ്, നമ്മുടെ ചുറ്റുമുള്ള പല സ്റ്റേറ്റുകൾ, പല ട്രൈബൽ ഏരിയകൾ, അവിടുന്ന് പലരും അവർ വിശ്വാസത്തിൽ പോലും ആയിരിക്കത്തില്ല, പക്ഷെ അവർ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് യേശു അവരെ പലരെയും എടുക്കുവാനിടയായി തീരും. मैं किसी भी देश का या फिर किसी भी स्टेट का नाम लेना नहीं चाहता, परंतु हो सकता है हमारे चारों ओर से हो सकते वो मसीह विश्वासी नहीं होंगे, परंतु मसीह को प्रेम करने वाले होंगे, तो दोबारा आगमन में वो भी उठा लिए जाएंगे. പാകിസ്ഥാൻ പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും വരുന്ന ഒത്തിരി നല്ല സാക്ഷ്യങ്ങൾ, ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യമുണ്ട്, അവരുടെ കഠിനമായ രോഗങ്ങളിൽ, കഠിനമായ വേദനകളിൽ, ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏകാന്ത അനുഭവങ്ങളിൽ അവർ യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ യേശു അവരുടെ മുറിയിലേക്ക് പ്രത്യക്ഷനായി ഇറങ്ങി വന്നു. और पाकिस्तान से काफी जो लोगों ने जो बुक्स किताबें लिखी है वो मैंने पढ़ा है, उनने इस प्रकार किताबों के अंदर लिखा है कि हम जब ऐसे मुश्किल परेशानियों में से गुजर रहे थे, जहां पे हमने यीशु मसीह से प्रार्थना किया, तो यीशु मसीह स्वयं हमारे कमरे के अंदर उतर आया करके लोगों ने लिखा है. മക്കളെ, യഹൂദന്മാരെ തള്ളി ദൈവത്തിന്റെ ജാതികളെ തിരഞ്ഞെടുക്കാമെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സിലായെങ്കിൽ, നമ്മളെ തള്ളി നമ്മളെക്കാൾ മറ്റു വ്യക്തികളെ തിരഞ്ഞെടുക്കുവാൻ ഈ ദൈവത്തിന് എപ്പോഴും മനസ്സുണ്ടെന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. मुझे सुनने वाले प्रिय लोगों, अगर प्रभु यीशु मसीह यहूदियों को टुकरा कर अन्य जातियों को चुन सकता है, तो मुझे और आपको भी टुकरा कर वो दूसरे भाषा बोलने वाले लोगों को वो जरूर चुन सकता है. ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്ന പോലെ ദൈവം ഇസ്രായേലിനെ പരിപാലിച്ചുകൊണ്ട് നടന്നു. और हजारों साल तक एक मुर्गी अपने बच्चों को पंखों के तले जिस प्रकार संभालती है, उस प्रकार प्रभु यीशु मसीह इस्राएली लोग यहूदियों को संभालता रहा. അവർക്ക് മനസ്സിലാതിരുന്നിട്ടും ഒരുക്കമില്ലാതിരുന്നിട്ടും അവർക്ക് വേണ്ടി തന്റെ മകനെ അയച്ചു കൊടുക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി. वो लोग नहीं चाहते थे, उनको इच्छा नहीं था, फिर भी परमेश्वर ने अपने एकलौता पुत्र को इस जगत में भेज दिया. ആ യേശു തന്നെ ഇസ്രായേലിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നവരെ മറയ്ക്കുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. और यीशु मसीह यरूशलेम के बीच में, नगर के बीच में खड़े रहकर इस प्रकार कहता है कि हे यरूशलेम, ये यरूशलेम मुर्गी अपने बच्चों को पंखों के तले छुपाने के लिए चाहता है, उस प्रकार मैंने तुम्हें भी बचाने के लिए चाहा, परंतु तुम कभी लौट कर आने के लिए नहीं चाह रखे. ഇസ്രായേലിലെ തെരുവിൽ നിന്നുകൊണ്ട് യേശു ഉറക്കെ സ്വർഗത്തിലെ തീരുമാനം വിളിച്ചു പറഞ്ഞു, കല്ല് കല്ലുമേൽ ശേഷിക്കാതെ ഈ ദേവാലയം ഇടിഞ്ഞു പോകും, നിങ്ങൾ ബന്ധനസ്ഥരായി ലോകം മുഴുവൻ ചിതറിപ്പോകും. और वहां पे इजरायली लोगों के बारे में वहां पे इस प्रकार लिखा है कि इजराइल जो है पत्थर के ऊपर बनाने की कोशिश की, परंतु नहीं बना पाया, और तुम चारों तरफ दुनिया के चारों कोने में भागकर चितर बितर हो जाओगे. ദൈവവും ദൂതന്മാരും കൂടി കൂടിയെടുത്ത തീരുമാനമാണ് യേശു യെരൂശലേമിനെ നോക്കി വിളിച്ചു പറഞ്ഞത്. और सचमुच यीशु मसीह और 6 लोगों ने मिलकर बात करने के बाद यीशु मसीह ने इस बात को कहा है. വാക്ക് മറന്നു പോകരുത്, നിങ്ങൾക്കോ മനസ്സായില്ല. और यीशु मसीह ने कहा वो बात को भूलना मत, फिर भी तुमने नहीं चाहा. അബ്രഹാമിനെ വിളിച്ച കാലം മുതൽ അവർ മറുതലിപ്പ് തുടങ്ങിയാണ്. മടങ്ങി വരും, പിന്നെയും പാപത്തിലേക്ക് പോകും, മടങ്ങി വരും, പിന്നെ അന്യദൈവങ്ങളിലേക്ക് പോകും, മടങ്ങി വരും, പിന്നെയും ദൈവത്തെ തള്ളിക്കളയും. എത്രയെത്ര തലമുറകൾ ഇങ്ങനെ ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയി. अब्राहम के समय से लेकर ये बात चलते आया है, वो परमेश्वर के पास आएंगे, फिर लौट कर वापस चले जाएंगे, फिर दोबारा मन आएंगे और वापस लौट कर चले जाएंगे. इस प्रकार चलता रहा. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ മക്കളെ, ദൈവസഭയ്ക്ക് ദൈവം തരുന്ന ചില വാണിങ്ങുകളാണ് ഈ രോഗങ്ങൾ. ഇത് കണ്ടിട്ടെങ്കിലും നമ്മൾ ദൈവത്തിലേക്ക് പൂർണ്ണമായും മടങ്ങി വരുവാൻ കഴിയണം. हमें इन दिनों में दुनिया के चारों ओर जो बातें घट रही है, इन सारे घटनाओं को देखकर हमें एक बात समझना है कि हमें परमेश्वर के हुजूरी में वापस लौट कर आना जरूरी है. യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുവാൻ കഴിയുന്നുണ്ടോ? क्या हम परमेश्वर का भय मानते हैं? क्या നമുക്ക് യഥാർത്ഥത്തിൽ മാനസാന്തര അനുഭവം ഉണ്ടായിട്ടുണ്ടോ? क्या सचमुच हम मन फिराते हैं? क्या എനിക്ക് എന്റെ ഹൃദയം ഒന്ന് തകരുവാനിടയായി തീർന്നിട്ടുണ്ടോ? क्या परमेश्वर के सामने मैंने अपने दिलों को तोड़ा है? क्या എന്റെ ചുറ്റും മരണം നടക്കുമ്പോൾ എനിക്ക് അല്പം കൂടെ കർത്താവേ അങ്ങനെ അടുക്കണമെന്ന് ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? क्या मेरे चारों ओर जब मृत्यु की खबरें सुनाई देती है, तो क्या मैं कभी भी ऐसा चाह रखा है क्या कि परमेश्वर के निकट आना? അതോ ഇതെല്ലാം മറ്റുള്ളവർക്ക് മാത്രമാണ്, എനിക്കൊന്നും വരത്തില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്?
और क्या हम इस प्रकार सोचते हैं कि ये सब बातें जो है दूसरे लोगों की जिंदगी में घटेगा, मेरी जिंदगी में ऐसी कोई बातें नहीं आएगी। ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതിന് മാനസാന്തരമാണെന്ന് മറക്കരുത്. परमेश्वर हमसे केवल एक बात चाहता है कि हम मन फिराए, ये मत भूलना। നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴല്ല, നമ്മുടെ ചുറ്റുപാടും പ്രതിസന്ധികൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുവാൻ കഴിയണം. हमारे चारों ओर जब मुश्किलों परेशानियों से जब लोग गुजरते हैं, तभी हमें मन फिराना है और लौटकर परमेश्वर के हुजूरी में आना है। ഇതിനെ കുറിച്ച് ചേർന്നൊരു വാക്യം എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നു. എസ്തേർ ചാപ്റ്റർ 4 വേഴ്സ് 14. അവിടെ ഇപ്രകാരം അവിടെ ഒരു ദൈവത്തിന്റെ ഒരു വാണിയെ കാണുവാൻ കഴിയുന്നുണ്ട്. एस्तेर की किताब 4 अध्याय उसकी 14वीं कलम में इस प्रकार लिखा है। അവിടെ എസ്തേറിനോട് എസ്തേറിന്റെ വളർത്തു പിതാവായ മൊർദെഖായി പറഞ്ഞൊരു വാക്യം അവിടെ കാണുകയാണ്. वहां पे एस्तेर के जो पिता मुर्देकाई से जो परमेश्वर कहता है, അവൻ തന്റെ മകളെ നോക്കി ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം. तो वहां पे मुर्देकाई इस प्रकार एस्तेर से कहता है कि तू ऐसे समय में अगर चुप रहे तो लोगों के जिंदगी में छुटकारा उद्धार हो जाएगा कहीं दूसरे देश में से, और लोग ना ही तुझे जानेंगे ना ही तेरे घरानों को जानेंगे। യഹൂദന്മാരെ എല്ലാം കൊല്ലുവാൻ രാജധാനി തീർപ്പ് പുറപ്പെടുകയാണ്. और यहूद सारे यहूदियों को मार देने के लिए राजा का जो है आज्ञा आ चुका है। പക്ഷേ എസ്തേറിന്റെ രാജ്ഞി ഒഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടേക്കാം. हो सकता है एस्तेर को छोड़कर बाकी सबको मार दिया जाएगा। എന്നാൽ ഇവിടെ മൊർദെഖായി എസ്തേറിനോട് ദൈവിക വെളിപ്പാട് വിളിച്ചു പറയുകയാണ്. यहाँ पे मुर्देकाई जो है एस्तेर से परमेश्वर की ओर से एक वाणी कहता है, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. अगर तू ऐसे समय में चुप रहे तो यहूदियों को दूसरे जगहों से छुटकारा और उद्धार हो जाएगा। നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. तू और तेरे घराना नाश हो जाएगा। ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. फिर ऐसे एक समय के लिए तू राजपद में आए, परमेश्वर ने तेरे को लेकर आया है करके वहां पे लिखा है। പക്ഷേ ആ സമയത്ത് തന്നെ എസ്തേറിനെ രാജ്ഞിയാക്കി മാറ്റിയെടുക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തത് ഒരുപക്ഷെ യഹൂദന്മാർ വിടുതലിന് വേണ്ടി ആയിരിക്കാം എന്നാണ് മൊർദെഖായി പറയുന്നത്. मुर्देकाई इस प्रकार कहता है, हो सकता है कि परमेश्वर ने तेरे को उस राज के पद में परमेश्वर ने इसलिए बिठाया ताकि यहूदियों को छुटकारा के लिए तुझे इस्तेमाल किया जाए। ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ മിണ്ടാതിരിക്കാം, ഇല്ലെങ്കിൽ നിനക്ക് യഹൂദന്മാർക്കോട് സംസാരിക്കാം. രണ്ടും നിന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. तेरे पास दो ऑप्शन है, या तो तू यहूदियों के लिए बात कर सकता है, नहीं तो तू चुप रह सकता है। നീ മിണ്ടാതിരുന്നാൽ ദൈവം മറ്റു ചിലരെ ദൈവത്തിനോട് എഴുന്നേൽപ്പിക്കും. अगर तुम चुप रहोगे तो परमेश्वर और किसी को खड़ा करेगा, നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. और तू और तेरे घराने नाश हो जाएंगे। കാലഘട്ടത്തിൽ പുതിയ നിയമസഭയുള്ള ദൈവത്തിന്റെ സന്ദേശം കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. हमें इस समय में हमें परमेश्वर की ओर से न्याय है करके हमें समझना है। ഈ സമയത്ത് നമ്മൾ ഉപവസിക്കാതിരുന്നാൽ, ഈ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നാൽ, ഈ സമയത്ത് ഹൃദയം തകരാതിരുന്നാൽ, ഈ സമയത്ത് നമ്മൾ ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥനായി നിൽക്കാതിരുന്നാൽ ഏത് കാലത്താണ് നമ്മൾ നിൽക്കുവാൻ പോകുന്നത്? मुझे सुनने वाले प्रिय लोगों, अगर ये समय में हम परमेश्वर के सामने उपवास और प्रार्थना और अपने दिलों को नहीं तोड़ेंगे तो आने वाले कौन से समय में हम ये सब करने वाले हैं? ദിവസങ്ങളിൽ ഒരു ദൈവദാസിയുടെ ദൈവത്തിന്റെ ആത്മാ സംസാരിച്ച വാക്യം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. पिछले दिनों में परमेश्वर के एक दासी ने जो बातें कहा उस वो मैं आप लोगों के सामने कहना चाहता हूँ। നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹത്തിന് വേണ്ടിയോ ഉയർച്ചയ്ക്ക് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയല്ല, ആയുസ്സിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണത്. हमें आशीष प्राप्त करने के लिए या अपने आत्मिक जिंदगी में बढ़ोतरी के लिए नहीं, परंतु एक लंबे आयु के लिए हमें प्रार्थना करना जरूरी है। ലഭിച്ചാൽ ഭാഗ്യം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. अगर लंबा आयु मिला तो हम भाग्यशाली है करके बोल सकते हैं, वैसे एक समय में हम आ पहुंचे हैं। ദൈവമക്കളെ മനസ്സിലാക്കണം, എന്റെ മേലും നിങ്ങളുടെ മേലും ദൈവിക അഭിഷേകമുണ്ട്, ദൈവിക അധികാരമുണ്ട്. നമ്മൾ ഉറങ്ങുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. हे प्रिय लोगों, हमें एक बात को समझना है कि हमारे ऊपर परमेश्वर का एक बुलाहट है, परमेश्वर का एक अभिषेक हमारे ऊपर है, ना कि हम सोने के लिए परमेश्वर ने बुलाकर अलग नहीं किया है। तो
ദിവസങ്ങളിൽ ജനത്തിനുള്ളിലേക്ക് ചില ദൈവിക ചിന്തകൾ വരണം. ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഇന്ന വ്യക്തികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഇന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ സൗഖ്യമാകുമെന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ആദ്യം കടന്നു വരുവാനിടയായി തീരണം. कलीसिया के अंदर ऐसा एक चिंता आना चाहिए कि कलीसिया मेरे लिए प्रार्थना करे, ये परमेश्वर के दास लोग मेरे लिए प्रार्थना करेंगे, ये तो मेरे जिंदगी में एक छुटकारा मिलेगा करके सबसे पहला एक सोच तुम्हारे दिल के अंदर आना चाहिए. നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ വചന പ്രത്യേകതയാണ്, ഇത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു പുസ്തകമാണ്. हमारे हाथों में परमेश्वर का वचन परमेश्वर ने इसलिए दिया है, ये असंभव को संभव करने वाला परमेश्वर का वचन है. ഉയർക്കപ്പെട്ട റെക്കോർഡ് ചെയ്ത ബുക്കാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. और जी उठाए हुए लोगों का लिखा हुआ एक रिकॉर्ड हमारे पास है. യേശു തൊട്ടപ്പോൾ രോഗികൾ അവർ രോഗം പൂർണ്ണമായും മാറി ചാടി എഴുന്നേറ്റ വസ്തുതകളാണ് ഈ ബുക്കിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത്. यीशु मसीह ने जिन लोगों को छुआ तो तुरंत ही वो उठे, खड़े हो गए, चंगाई प्राप्त किए, उनके बारे में लिखा हुआ एक पवित्र शास्त्र हमारे हाथ में दिया गया है. ഒരു ദൈവപുരുഷൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ കൽപ്പിച്ചപ്പോൾ ദിവസങ്ങൾ നിന്നുപോയ ചരിത്രങ്ങൾ ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. परमेश्वर के लोगों ने जब प्रार्थना किया तो बीमारी चंगे हुए, छुटकारा पाए, उन सारे बातों को परमेश्वर के वचन में देख पाएंगे. ദൈവഭക്തൻ ദൈവത്തോട് ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചു. അവന് വേണ്ടി മറ്റൊരു ദൈവഭക്തൻ മധ്യസ്ഥ ചെയ്തപ്പോൾ മുൻപോട്ട് ഓടിയ ഭൂമി പുറകോട്ട് കറങ്ങിയ ചരിത്രങ്ങൾ അവിടെ യെശയ്യാ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. यशायाह नबी के किताब के अंदर इस प्रकार लिखा है, जो परमेश्वर के लिए जिसने प्रार्थना की, परमेश्वर के सामने अपने दिलों को तोड़कर जिनने प्रार्थना किया, उसके लिए दूसरे एक व्यक्ति ने उस व्यक्ति के लिए प्रार्थना किया, तो जो पृथ्वी आगे की ओर चल रही थी वो पृथ्वी पीछे की ओर चलने लगी. യെശയ്യാവിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി, ഏലിയാവിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി, പൗലോസും പത്രോസും ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. ഇപ്പോൾ ജീവിക്കുന്ന നമ്മളാണ്, നമ്മുടെ മേലാണ് ഈ അധികാരവും അഭിഷേകവും ദൈവം നൽകി തന്നിരിക്കുന്നത്. यशायाह नबी का समय और एलिया नबी का समय बीत चुका है. पतरोस और प्रेरित पौलुस ऐसे सारे बड़े महान व्यक्ति लोग मरकर मिट गए और परमेश्वर के हुजूरी में उन्हें परमेश्वर ने बुलाकर अलग कर दिया. अभी ऐसा एक समय है जहां पर हम जी रहे हैं और हमें कार्य करना है. നമ്മൾ പഴയ കഥകൾ പറഞ്ഞിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് നമ്മുടെ കാലഘട്ടങ്ങളിൽ എന്റെ ജീവിതത്തിൽ എന്റെ പ്രസന്റ് ലൈഫിൽ ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ, ദൈവിക പ്രവൃത്തികൾ കാണുവാൻ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് കാണുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. पुराने कहानियों को वापस से बार बार बोलने के लिए परमेश्वर ने हमें बुलाकर अलग नहीं किया है, और परमेश्वर चाहता है कि हम कार्य करें, हम प्रार्थना करें लोगों के लिए, और परमेश्वर के लोग, परमेश्वर का कार्य लोगों के बीच में प्रकट हो और लोग चंगाई और छुटकारा को पाए. കാര്യം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിലേക്ക് മടങ്ങി വരിക. सबसे पहली बात परमेश्वर ये चाहता है कि परमेश्वर को लोग महिमा दे और परमेश्वर की ओर लोग लौट कर आए. ദൈവഹിതമില്ലാത്ത കാര്യങ്ങളെ തള്ളി ദൈവത്തിലേക്ക് മടങ്ങി വരിക. और परमेश्वर के विपरीत जो कुछ बातें हैं वो सारे बातों को टुकरा कर परमेश्वर की ओर वापस लौट कर आना है. നിങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതികളും പ്ലാനുകളും ഉണ്ടെന്ന് മറന്നു പോകരുത്. एक बात तो भूलना मत, परमेश्वर को आपकी जिंदगी से परमेश्वर की योजना है. വായിക്കാം Hebrew chapter 2 verses 2, 3 and 4. इब्रानियों की पत्री दूसरी अध्याय उसकी दूसरी और तीसरी चौथी कलम को हम पढ़ेंगे. ഇവിടെയും പുതിയ നിയമസഭയുടെ ചില പ്രത്യേക അനുഗ്രഹത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. यहाँ पे नए नियम की कलीसिया के कुछ अनुग्रहों के बारे में लिखा गया है. നമ്മൾ അല്പം ആഴത്തിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. हमें कुछ बातों को गहराई में यहाँ पे समझना है. ഇതിൽ ഒന്ന് പറയുന്നത് ന്യായപ്രമാണകാലത്തെ കുറിച്ചാണ്. सबसे पहले न्याय व्यवस्था के समय के बारे में लिखा है. ഇപ്പോഴായിരിക്കുന്ന ദൈവസഭയുടെ കാലത്തെ കുറിച്ചും പറയുന്നു. और दूसरा अभी जो परमेश्वर की कलीसिया है उस कलीसिया के बारे में लिखा है. ക്രിസ്ത്യൻ വായിക്കുന്നു, ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിച്ചു തുടങ്ങിയെങ്കിൽ. यहाँ पे इस प्रकार लिखा है, स्वर्गदूत के द्वारा कही गई बातें स्थिर रहे. ഇവിടെ കാണുവാൻ കഴിയുന്നു, ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത ദൈവത്തിന്റെ വചനം സ്ഥിരമായിരിക്കുവാനിടയായി. यहाँ पे इस प्रकार लिखा है, स्वर्गदूतों के द्वारा जो वचनें लिखी गई बताई गई है वो स्थिर रहा है. ഈ ദൂതന്മാർ മുഖാന്തരം ലഭിച്ച ദൈവവചനത്തിനനുസരിച്ച് ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ദൈവം ന്യായമായ പ്രതിഫലം കൊടുക്കുവാൻ, ശിക്ഷകൾ കൊടുക്കുവാനിടയായി.
और यहाँ पे स्वर्गदूतों के द्वारा लिखी गई बातों को जो लोग नहीं मानते हैं, जो लोग उसके विरुद्ध जाते हैं, वहां पे लिखा है कि परमेश्वर उनको समय समय पर उनको न्याय करता गया। ദൂതന്മാർ പറഞ്ഞ ആ വാക്യത്തിന് ദൈവം വലിയ പ്രാധാന്യം കൊടുത്തു. यहाँ पे स्वर्गदूतों के बारे में लिखी गई वचनों को परमेश्वर ने बहुत ही महत्वपूर्ण दिया है। ഈ വേഴ്സ് 3 നോക്കുക. അങ്ങനെയെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പു സ്വന്തമായ ഇത്ര വലിയ രക്ഷ. यहाँ पे तीसरे और चौथे कलम में इस प्रकार लिखा है कि पवित्र आत्मा को बीच में रखते हुए इतना बड़ा एक उद्धार परमेश्वर ने हमारे जिंदगी में और आपके जिंदगी में दिया है। അതിനെക്കുറിച്ച് ശിക്ഷയെ കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ ശിക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ അഭിഷേകത്തെ കുറിച്ച് വാക്കുവേദത്തിൽ പറയട്ടെ. यहाँ पे जो न्याय के बारे में लिखा है और न्याय से पहले जो अभिषेक हमारे ऊपर दिया है, उस अभिषेक के बारे में मैं जल्दी आप लोगों के बीच में कहना चाहता हूँ। ഞാനും നിങ്ങളുമായിരിക്കുന്ന ദൈവസഭ എന്ന പദവി, और आज मैं और आप जो परमेश्वर के कलीसिया में रखे गए हैं, ദൈവം പ്രവർത്തിക്കുന്ന രീതികൾ, परमेश्वर जिस प्रकार कार्य करता है, ഇത് രണ്ടും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ये दो बातों को हमें अच्छी तरह समझना है। ആദിമ കാലഘട്ടങ്ങളിൽ, ന്യായപ്രമാണ കാലഘട്ടങ്ങളിൽ ദൂതന്മാരായിരുന്നു വ്യക്തികളോട് സംസാരിച്ചിരുന്നതെങ്കിൽ, व्यवस्था के समय में स्वर्गदूतों ने लोगों से बात किया, तो ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദൈവസഭയുടെ കാലഘട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. यहाँ पे परमेश्वर के कलीसिया के समय में वैसा नहीं है। अभी यहाँ पे इस प्रकार लिखा है कि परमेश्वर स्वयं, जो परमेश्वर ने वाणी दी उस बातों को, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷി നിന്നതും, परमेश्वर ने चिन्ह और चमत्कार के द्वारा लोगों के बीच में पवित्र आत्मा को बेचकर गवाह के रूप में खड़ा किया, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയൊരു രക്ഷ. और जिन लोगों ने सुन लिया उन लोगों के बीच में इतना बड़ा एक उद्धार। നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ അനുഗ്രഹവും ഏറ്റവും വലിയ പ്രാധാന്യവും ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയുമാണ് ഈ വാക്ക് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. हम जो समय में हम जी रहे हैं, इस समय के अंदर परमेश्वर ने दिया हुआ एक बड़ा एक जवाबदारी हमने अभी यहाँ पे पढ़ा है। ഇത് തുടങ്ങി വെച്ചത് കർത്താവാണ്. और यहाँ पे जो शुरुआत किया है वो प्रभु यीशु मसीह ने, ദൈവം ഇത് ഉറപ്പിച്ചു നൽകി തന്നു. और यहाँ पे प्रभु यीशु मसीह ने हमें उसको दे दिया। ഈ ഉറപ്പിച്ചത് എങ്ങനെയാണെന്ന് കാണുന്നത്: ഒന്ന്, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വിവിധ വീര്യപ്രവർത്തികൾ. और चिन्ह और चमत्कारों के द्वारा परमेश्वर ने हमें दिया है। ഇത് ഒരിക്കൽ തുടങ്ങി അവസാനിച്ചതല്ല, തുടങ്ങി കർത്താവിന്റെ വരവരെയും തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. ये जो सारी बातें हैं एक बार शुरू होकर खत्म हुई गई बातें नहीं है, परंतु शुरू हुआ और यीशु मसीह के दोबारा आगमन तक चलते रहने वाली बातें हैं। മൂന്നാമത്തെ കാര്യം, തന്റെ ഇഷ്ടപ്രകാരം അവൻ പരിശുദ്ധാത്മാവിനെ നൽകി തന്നു. और तीसरी बात, उसके इच्छा के अनुसार उसने पवित्र आत्मा को हमारे बीच में उंडेल दिया। ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകി തരും. അവൻ വന്ന് ആ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ബോധ്യം വരുത്തി തരും. यीशु मसीह के दोबारा, यीशु मसीह जब स्वर्ग में उठा लिए जाने से पहले यीशु मसीह ने कहा कि मैं छोड़कर जाता हूँ, वो तुम्हारे अच्छाई के लिए है। मेरे जाने के बाद तुम्हारे बीच में एक मददगार को भेजूंगा, वो तुम्हें आने वाले समय में न्याय के बारे में और सच्चाई के बारे में तुम्हें बताएगा। പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മളിൽ തന്നെ ബലഹീനരാണ്, നമ്മളിൽ തന്നെ കുറവുള്ളവരാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നത്. पवित्र आत्मा को परमेश्वर ने हमारे बीच में इसलिए भेजा क्योंकि हम हमारे अंदर ही स्वयं ही हम कमजोर हैं। हमारे कमजोर अवस्था को देखकर यीशु मसीह ने पवित्र आत्मा को हमारे बीच में भेजा। എട്ടാമത്തെ പറയുന്നു, നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിൽ രസിക്കുന്നു, പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നതോ തിന്മ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ ഇതൊന്നും ചെയ്യാൻ കഴിയാതെ പാപത്തിലേക്ക് വീണു പോകുന്ന അവസ്ഥകൾ വരികയാണ്.
रोमियों की पत्री दूसरे अध्याय में इस प्रकार लिखा है कि वहां पे इस प्रकार कहता है एक कि मैंने भले काम करने के लिए मैंने चाहा फिर भी मैं वो नहीं कर पाया, और क्योंकि उसका कारण एक कि अंदर पवित्र आत्मा नहीं है और अंदर पवित्र आत्मा जो है वो कार्य नहीं कर पा रहा, क्योंकि मानव जाति का जो पाप इतना बढ़ चुका है कि पाप में रहते हुए लोग कार्य कर रहे हैं। അതുകൊണ്ട് വചനം പറഞ്ഞു തന്റെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും കുറവുകൾ, ബലഹീനതകൾ, വീഴ്ചകൾ, വീക്ക്നെസ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ദൈവം അയക്കുവാനിടയായി തീർന്നത്. यहाँ पे इस प्रकार लिखा है कि उसका इच्छा के अनुसार, यानी हमारे और आपके कमी घटियों को, हमारे पापों को, हमारे कमजोर अवस्थाओं को सब कुछ जानने के बाद प्रभु यीशु मसीह ने हमारे लिए हमें बलवंत करने के लिए पवित्र आत्मा को भेजा। അപ്പോൾ ഒന്ന് കർത്താവ് തുടങ്ങി, ദൈവം തെളിയിച്ചു, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നു. നാലാമത് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആദിമ സഭയിൽ ഇത് കേട്ടവർ അവരുടെ ജീവിതം കൊണ്ട് അത് തെളിയിച്ച് നമ്മളെ കാണിച്ചു തരുവാനിടയായി തീർന്നു. और चौथी बात है कि लोगों ने पुराने नियम से लेकर अभी तक उन लोगों ने जी कर दिखाया करके हम वहां पे पढ़ते हैं, उन लोगों ने उस मार्ग में चलकर उन लोगों ने हमारे सामने साबित करके दिया है। എക്സാമ്പിൾ ഉണ്ടെങ്കിലും ഒരു ഭാഗം മാത്രം ഓർപ്പിക്കാം. ഹീബ്രു ചാപ്റ്റർ 11 അവിടെ കാണുന്നു വിശ്വാസം കൊണ്ട് അവരെങ്ങനെ വിജയിക്കുവാനിടയായി തീർന്നു. और इब्रानियों की पत्री 11वें अध्याय में इस प्रकार लिखा है विश्वास के द्वारा उन लोगों ने कैसे जयवंत हुए। വിശ്വാസം കൊണ്ട് അവർ സിംഹങ്ങളുടെ വായടച്ചു. और विश्वास के द्वारा उन लोगों ने सिंह का मुंह को बंद कर दिया। ഓർപ്പിക്കട്ടെ, അവിടെ ദാനിയേൽ എന്ന് മനസ്സിലായില്ല. ദാനിയേൽ പറയാണ് ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. और दानिയേल जो है वहां पे बातों को नहीं समझ पाया, उसने इस प्रकार कहा कि परमेश्वर ने स्वर्गदूत को भेजकर सिंह के मुंह को बंद कर दिया। ദൈവം പറഞ്ഞു ദൂതനല്ല സിംഹത്തിന്റെ വായ അടച്ചത്, അവർ വിശ്വാസം കൊണ്ട് സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. तो वहां पे प्रभु यीशु मसीह कहता है कि स्वर्गदूत ने सिंह के मुंह को बंद नहीं किया, परंतु तुम्हारे विश्वास के वजह से, विश्वास ही से सिंह का मुंह बंद हुआ है। വെളിപ്പാടിനെ മറന്നു പോകരുത്. വിശ്വാസമുള്ളവൻ അടുക്കിലെ ദൂതൻ ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായ അടച്ചു കളയുകയുള്ളൂ. और ऐसा बताया गया है कि विश्वास जो करता है उनके द्वारा ही परमेश्वर के स्वर्गदूत उतर आकर सिंह के मुंह को बंद करता है। എഴുതിയിരിക്കുന്നു വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി. और इस प्रकार लिखा है कि विश्वास ही से उनने आग के सामर्थ्य को कम कर दिया। രാജാവ് വിശ്വസിച്ചു. ദൈവപുത്രനോട് സമനായ ഒരുത്തൻ തീയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാണ് തീയുടെ ബലം കെട്ടുപോയത്. राजा ने इस प्रकार विश्वास किया कि परमेश्वर के समान रूप में एक व्यक्ति उतर आया, इसलिए आग का जो सामर्थ्य है वो कम हुआ। സത്യമാണെങ്കിലും ദൂതൻ അവിടേക്ക് ഇറങ്ങി വരുവാൻ, ദൈവപുത്രനോട് സദൃശ ഒരുവൻ ഇറങ്ങി വരാൻ കാരണം അവരുടെ ഉള്ളിൽ നിറഞ്ഞെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. ये बात तो सच तो है, परंतु वहां पे उतर आया हुआ परमेश्वर का एकलौता पुत्र के समान रूप में एक व्यक्ति उतर आया, फिर स्वर्गदूत उतर आया करके जब हम कहते हैं उसका कारण यह है कि उनके अंदर, उनके दिलों के अंदर उस प्रकार का एक विश्वास था। അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത് വിശ്വാസത്താൽ അവർ സിംഹങ്ങളെ വായടച്ചു, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു, വിശ്വാസത്താൽ അന്യ സൈന്യങ്ങളെ ഓടിച്ചു, വിശ്വാസത്താൽ മരിച്ചവരെ തിരികെ ലഭിച്ചു. और यहाँ पे इब्रानियों के पत्री में हम पढ़ते हैं विश्वास ही से उनने आग के सामर्थ्य को कम किया, विश्वास ही से उनने दुश्मन की सेना को भगा दिया, विश्वास ही से उनने सिंह के मुंह को बंद कर दिया। इस प्रकार हम पढ़ते हैं। ഈ ദിവസങ്ങൾ ദൈവമക്കളെ നമ്മൾ അധികം പ്രാർത്ഥിക്കണം. ദൈവമേ അങ്ങേ ആഴത്തിൽ വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ. इन दिनों में हमें अधिक प्रार्थना करना है, परमेश्वर तुझसे और अधिक प्रेम रखने के लिए तू मुझे सहायता कर। ദൈവമക്കളെ ഈ കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങളും അടയാളവും നടക്കുന്നത് പത്രോസിൽ കൂടെ പൗലോസിൽ കൂടെ അല്ല. അവരുടെ കാര്യങ്ങൾ അവർ നന്നായി പൂർത്തീകരിച്ചു, അവർ മടങ്ങിപ്പോയി. ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം ചെയ്യേണ്ടത് ഞാനും നിങ്ങളുമാണെന്ന് മറന്നു പോകരുത്. एक बात हमें अच्छी तरह समझना है कि इन दिनों में अद्भुत कार्य और छुटकारा और चमत्कार प्रेरित पौलोस और पत्रोस के द्वारा नहीं करना, क्योंकि वो लोग एक समय में जीते थे, आज मिट्टी में वो मिल गया, परमेश्वर के पास विश्राम स्थान में है, परंतु परमेश्वर चाहता है कि इन दिनों में हमारे द्वारा परमेश्वर कार्य कर पाए। നമ്മളെക്കാളും എക്സ്ട്രാ ക്വാളിറ്റി ഒന്നും പത്രോസിനോ പൗലോസിനോ ഉണ്ടായിരുന്നില്ല. പത്രോസ് നമുക്കറിയാം യേശുവിനെ പ്രാഗിയും തള്ളിപ്പറയുന്ന വ്യക്തിയാണ്. അവന് മരണഭീതിയായിരുന്നു ഉണ്ടായിരുന്നത്.
പൗലോസിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു, പല കൊലപാതകങ്ങളിലും അവൻ പങ്കാളിയായിരുന്നു. പക്ഷേ അവരെയൊക്കെ ദൈവത്തിന് കൊണ്ടുവന്ന് അഭിഷേകത്തിൽ നിർത്തി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്നെയും നിങ്ങളെയും എത്ര അധികമായി ദൈവത്തിന് ഉപയോഗിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും കഴിയും. पत्रोस के बारे में अगर हम पढ़ेंगे और समझेंगे तो हम समझ पाएंगे कि वो लोग जो है हमसे कुछ अच्छी तरह काबिलियत रखने वाले या फिर हमसे कुछ ज्यादा खास नहीं थे। पत्रोस ने यीशु मसीह को ठुकराया था, पत्रोस यीशु मसीह के विरुद्ध खड़ा भी हुआ था। और प्रेरित पौलुस के बारे में अगर हम पढ़ेंगे तो वहां पे हम समझ पाएंगे प्रेरित पौलुस ने अनेक लोगों को मारा है, मसीह विश्वासी को पीड़ा भी पहुंचाया है करके हम वहां पे पढ़ते हैं। ദൈവസഭ ഉണരേണ്ട, ദൈവസഭ എഴുന്നേൽക്കേണ്ട, ദൈവസഭ പ്രവർത്തികൾ തുടങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. मैं दोबारा आप लोगों से कहना चाहता हूं, परमेश्वर के कलीसिया को उठना, जागरूक होना और कार्य करने के लिए शुरू करने का समय आ चुका है। ഉണർവ് ആരംഭിക്കുന്ന ഒരു സമൂഹത്തിലല്ല, ഉണർവ് ആരംഭിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ്. जो जागृति है वो एक समाज से पैदा नहीं होता, परंतु एक जागृति एक एक व्यक्ति के दिलों से शुरू होता है। ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഉണരുന്ന ദൈവസഭയാണ്, ഉണരുന്ന ദൈവരാജ്യമാണെന്ന് മറന്നു പോകരുത്. मुझे सुनने वाले प्रिय लोगों, जागृति जो है मेरे और आपके दिलों के अंदर से होना चाहिए, ना कि कलीसिया के अंदर से। ഞാൻ ദൈവദാസനിൽ കൂടെ കേട്ട രണ്ടാമത്തെ ആ വെളിപ്പാടിന്റെ ഭാഗത്തേക്ക് കൂടെ കടന്നു വരട്ടെ. मैं एक परमेश्वर के दास के द्वारा सुना हुआ दर्शन के दूसरे भाग की ओर मैं आना चाहता हूँ। പറഞ്ഞല്ലോ, ആദ്യം ഞാൻ കേട്ട വെളിപ്പാടാണ്, ദൈവസഭയുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി രോഗികൾ വന്ന് ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ താൻ കാണുകയാണ്. उनने परमेश्वर के दास ने ऐसा एक दर्शन देखा, कलीसिया के बाहर एक लंबा एक लाइन लगा हुआ है जहां पे लोग खड़े हैं और कहते हैं कि हमें हमारे लिए प्रार्थना करना, हमें चंगाई पाना है। ഡോക്ടർമാർ ഉപേക്ഷിച്ചത്, ഡോക്ടർമാർ നോ പറഞ്ഞത്, ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞത്, ഹോസ്പിറ്റൽ എടുക്കാത്തതായ കേസുകളൊക്കെ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുമ്പോൾ അവർ ഇൻസ്റ്റന്റ് ഹീലുകൾ ചെയ്യുന്ന കാഴ്ചകൾ വെളിപ്പാടിൽ താൻ കാണുവാനിടയായി തീർന്നു. परमेश्वर के दास ने दर्शन में इस प्रकार देखा कि डॉक्टर लोगों ने उन्हें ठुकरा दिया और अस्पताल वालों ने इनकार कर दिया कि अब ये चंगाई नहीं पा सकते हैं करके, वैसे विषयों को कलीसिया में लेकर आएंगे और प्रार्थना करेंगे तो लोग चंगाई पाए करके उन्हें दर्शन में देखा। യേശുവും അപ്പോസ്തലന്മാരും തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്ത കാഴ്ചകളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പുതിയ നിയമത്തിന്റെ സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. नए नियम के सुसमाचारों में हम अच्छी तरह समझ पाएंगे कि यीशु मसीह ने और चेलों ने वहां पे चिन्ह और चमत्कार किया था, वो आज हम यहाँ पे कर पाएंगे। വിധവയുടെ മകൻ, ഏക മകൻ, അവൾക്ക് വേറെ ആരുമില്ല, അവനെ അടക്കുവാൻ കൊണ്ടുപോകുന്നു, അവൾ വിധവയാണ്, വേറെ ആരുമില്ല, അവൾ കരയുന്നു. യേശു അടുക്കൽ ചെന്നു, യേശു മഞ്ചം തൊട്ടു, മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. और वो हम परमेश्वर के वचन में जो विधवा और उसके बेटे के जो कहानी को हम अच्छी तरह जानते हैं, एक की वो विधवा स्त्री जो आखिरी बचे हुए बातों को लेकर बैठी थी, कुछ चीजों को लेकर बैठी थी और उसके बाद वो मरना चाहती थी। യേശു യായിറോസിന് വീട്ടിൽ ചെല്ലേണ്ടി വന്നില്ല, അവന്റെ ബാലിക്ക് അവന്റെ കുടുംബത്തിലുള്ളവർ സൗഖ്യമാകുവാനിടയായി തീർന്നു. यीशु मसीह जब याइरोस के घर पर गया तो वहां पे उसका जो सेवक था उसने चंगाई को पाया। യേശു മൈലുകൾക്കപ്പുറേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശതാധിപന്റെ വീട്ടിൽ മരിക്കാറായി കിടന്നവൻ ചാടി എഴുന്നേറ്റു. और यीशु मसीह ने बहुत ही दूर से, बहुत ही किलोमीटरों दूर रहकर उसने जब प्रार्थना किया तो व्यक्तियों की जिंदगी में उनके घरों के अंदर छुटकारा को पाया। എബ്രായലേഖനം പറയുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അല്ലെങ്കിൽ കർത്താവ് താൻ പ്രവർത്തിച്ചു തുടങ്ങിയതും യേശു താൻ ആരംഭിച്ചു തുടങ്ങിയതുമായ ദൈവസഭ ഇതായിരുന്നു. इब्रानियों के पत्री में इस प्रकार लिखा है कि यीशु मसीह ने जो बातों को कहा था और जो बातों को हमें बताया था वो ये कलीसिया के बारे में है। യേശു തുടങ്ങിയ ദൈവസഭ ഇങ്ങനെയുള്ള ഒരു ദൈവസഭയായിരുന്നു. यीशु मसीह ने कलीसिया आरंभ किया था, वो इस प्रकार का एक कलीसिया है। നമ്മുടെ കാലഘട്ടത്തിൽ ദൈവസഭയുടെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയാതെ നമ്മളിപ്പോഴും ഭൗതിക കാര്യങ്ങൾ, അനാത്മിക കാര്യങ്ങൾ, ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ഇതിനുവേണ്ടി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും, യാക്കോബ് പറയുന്ന പോലെ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടത് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് ദൈവസഭകൾ കടന്നു വന്നിരിക്കുകയാണ്. अभी ऐसा एक समय आप पहुंचा है जहाँ पे परमेश्वर की कलीसिया आर्थिक में बढ़ोतरी पाने के लिए और इस दुनियादारी बातों में आगे बढ़ने के लिए लोग पीछे भाग रहे हैं। യേശു പറഞ്ഞ വാക്യമുണ്ടല്ലോ, ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ഇവയോടുകൂടെ സകലം നിങ്ങൾക്ക് ലഭിക്കും.
यीशु मसीह ने इस प्रकार कहा कि सबसे पहले उसके राज्य के खोजी बनो, उसके बाद तुम्हें सब कुछ दिया जाएगा। അത് പറയാണ്, അവൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? वहां पे इस प्रकार लिखा है कि जिस दिन हिसाब मांगा जाएगा उस दिन क्या तुम्हारे हाथ बलवंत रहेंगे क्या? ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട, എന്നോട് സംസാരിച്ച ദൈവദാസന്മാർ കൂടി എന്നോട് ഇടപെട്ട രണ്ടാമത്തെ ആ പ്രവചനം പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. परमेश्वर के द्वारा जो वाणी और संदेश मुझे मिला, परमेश्वर के दास ने जो वाणी बताया, वो वाणी का दूसरा सिरा जो मैं आप लोगों के सामने बताकर मैं जल्दी समाप्त करना चाहता हूँ। ഒന്നാമത്തെ കോമൺ ആയിരുന്നെങ്കിൽ, ജനറൽ ആയിരുന്നെങ്കിൽ, രണ്ടാമത്തെ വെരി പേഴ്സണൽ ആയിരുന്നു. अगर सबसे पहला जो दर्शन है वो सब लोगों के लिए, सारे लोगों के लिए था, तो दूसरा जो दर्शन है वो एक एक व्यक्तियों के लिए है। ആ വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ട വെളിപ്പാട് എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെ പണിത് കൊണ്ടുവരികയാണ്. പണി പൂർത്തീകരിച്ച് വരുമ്പോൾ ശത്രു കയറി അതിന്റെ മുകൾ ഭാഗം തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളയുന്നു. वो ने दर्शन इस प्रकार देखा कि जब एक कार्य को बना कर खड़ा कर उसको जब एक सिरे तक जब पहुंचने की कोशिश में थे, तो शैतान वहां पर आता है और उसको पूरी तरह से तोड़कर सत्यानाश कर देता है। പണി പൂർത്തീകരിച്ച് വരുമ്പോൾ അതിനെ വന്ന് തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളയുന്ന അവസ്ഥ. और बना कर कार्य को जो पूरा होने का समय आ पहुंचता है, निकट आता है, तब शैतान उसको तोड़कर नाश कर देता है। മക്കളെ, ഞാൻ ആ വാക്യം ഹൃദയപൂർവം യഥാർത്ഥത്തിൽ ഉള്ളിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. हे प्रिय लोगों, मैंने उस बात को, उस संदेश को मैंने अपने दिलों के अंदर लिया और मैंने उस विषय को रखकर प्रार्थना करने लगा। ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായ വെളിപ്പാടുകൾ കാണിച്ചതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ ഒരു കൂട്ടായ്മയും നമ്മുടെ സഭയിൽ മുടക്കുവാൻ ആഗ്രഹിച്ചില്ല. और परमेश्वर के आत्मा ने मुझे दर्शन के रूप में, स्पष्ट रूप में मुझे दिखाया, मुझसे बात किया, इसलिए एक भी संगति को मैंने मना नहीं किया, सारे संगतियों को मैंने चालू रखा। അതുകൊണ്ട് നമ്മുടെ സഭയിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ തുടർച്ചയായിട്ട് ഉപവാസ പ്രാർത്ഥനകൾ നടത്തി. इसलिए पिछले दिनों में कंटिन्यूसली हमारे कलीसियाओं के अंदर मैंने उपवास प्रार्थना का आयोजन किया। പ്രാർത്ഥനയ്ക്ക് ആരും തന്നെ വരുവാൻ താല്പര്യപ്പെട്ടെങ്കിലും വീട്ടിൽ പ്രാർത്ഥന തുടർമാനമായി നടത്തി. और कई घरों में प्रार्थना रखा, लोग आने के लिए नहीं चाहते थे, फिर भी लोगों के घरों में प्रार्थना रखा। ഉപവാസ പ്രാർത്ഥന ഒരു പക്ഷേ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളെങ്കിലും അത് മുടങ്ങാതെ നടത്തിക്കൊണ്ടേയിരുന്നു. कई उपवास प्रार्थनाओं में केवल परमेश्वर के दास और उनकी पत्नी ही थी, फिर भी उनके उपवास प्रार्थनाओं को उन्हें बंद नहीं किया, उसको जारी रखा। ലോക്ക്ഡൌണിന്റെ കാലം, സൂമിന്റെ കാലമായപ്പോൾ സൂമിൽ വ്യാഴാഴ്ച മീറ്റിംഗുകൾ മുടക്കം കൂടാതെ നടത്തി. കാരണം ഞാൻ പറഞ്ഞ വാക്യമാണ്, പണിതുകൊണ്ടുവരും, ശത്രു കയറി തട്ടിക്കളയും. और जब लॉकडाउन शुरू हुआ तो हमने हमारे मीटिंग्स को जूम के द्वारा चालू किया था, तो मुझे अच्छी तरह याद है कि जो थर्सडे मीटिंग से वो एक भी दिन ना छूटे, मैं हर थर्सडे उस मीटिंग को चलाया करता था, क्योंकि सबसे पहले मैंने जैसे आप लोगों को बताया, जब मैं कार्य कर बनाकर ऊपर लेकर आऊंगा तब शैतान उसको तोड़ कर जाता है। കയറിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആരാധനകൾ കഴിഞ്ഞൊരു വർഷത്തോളം വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. पिछले एक साल अगर हम मुड़ कर देखेंगे तो ऑनलाइन प्लेटफॉर्म में भी हमारी आराधना है जो काफी अच्छी तरह चलते आ रही है। കയറിയില്ലെങ്കിലും നമ്മുടെ പല കൂട്ടായ്മകളും സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. काफी लोग ये इस आराधनाओं में शामिल नहीं हुए, फिर भी हमारा जो आराधना है काफी अच्छी तरह ऑनलाइन प्लेटफॉर्म में चल रहा है। മോബിനോട് ചോദിച്ചു, പാസ്റ്റർ ഇത് ആള് കുറവാണ്, ഇന്ന മീറ്റിംഗ് നടത്തണോ? PVP കുറിച്ചാണ്. ഞാൻ പറഞ്ഞു നടത്തണം, കാരണം എനിക്ക് ദൈവത്തിന്റെ ആത്മ ഓൾറെഡി വാണിംഗ് തന്നിരുന്നു. तो मोबिन ने बीच में मुझसे इस प्रकार पूछा, पास अंकल लोग कम है तो क्या PYPH चलाना है कि नहीं? तो मैंने कहा कि हाँ PYPH चलाना है, क्योंकि ऑलरेडी परमेश्वर की आत्मा ने मुझे चेतावनी दे रखी है। ആത്മാ വെളിപ്പെടുന്നതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ മീറ്റിംഗുകൾ നമ്മൾ തുടർച്ചയായി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. परमेश्वर की आत्मा ने मुझसे कहा, इसलिए फ्राइडे का जो प्रार्थना है, हर फ्राइडे हम प्रार्थना को चलाते हैं। ഓരോ മീറ്റിംഗും മുടങ്ങുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, പണിത് കൊണ്ടുവരും, പക്ഷെ ശത്രു കയറി ഇടിച്ചു കളയും. और जैसे मैंने आपको बताया कि मैं बनाकर लेकर आऊंगा और शैतान उसको तोड़ देता है। അതുകൊണ്ടാണ് നമ്മുടെ ഞായറാഴ്ചയിലെ സൺഡേ സ്കൂൾ ആക്ടിവിറ്റി പോലും ഒരു പക്ഷേ പലരും ഇല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. और इसलिए कई बार जो संडे स्कूल की एक्टिविटीज भी हम इसलिए चलाते, लोग नहीं है फिर भी हम उसको चलाते हैं। ഇതെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ്, ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ആത്മാ വളരെ വ്യക്തമായി എനിക്ക് വാണിക്കുന്നു, വെളിപ്പാട് തന്നിരുന്നു.
പണിയും പണിതുകൊണ്ട് മുകളിലേക്ക് വരും. പണി പൂർത്തീകരിക്കപ്പെടാറാകുമ്പോൾ ശത്രുകേരിനെ തട്ടിക്കളയുന്ന അവസ്ഥയാണ് എപ്പോഴും സംഭവിക്കുന്നത്. और यहाँ पे परमेश्वर ने मुझसे पहले ही चेतावनी दे रखी थी कि जैसे ही कार्य को बनाकर मैं लेकर आऊंगा और पूरा होने से पहले शैतान उसको तोड़कर नाश कर देगा, इसलिए मैं सारे मीटिंगों को मैं चलाता हूँ. ഈ കാര്യങ്ങൾ പറഞ്ഞ യഥാർത്ഥ അർത്ഥം പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് വേണ്ടി മാത്രമാണ്. मैंने ये बार ये बात को उठाकर मैंने आप लोगों के सामने इसलिए कहा क्योंकि मैं जानता हूं कुछ लोग प्रार्थना करने वाले एक झुंड इसके अंदर है, तो वो लोगों को और प्रार्थनाओं को मैं मांगता हूं. നമ്മൾ പണിയുന്നതിന് കൂടെയാണോ അത് നമ്മൾ ഇടിച്ചു കളയുന്നതിന് കൂടെയാണോ? हम क्या परमेश्वर के कलीसिया को बनाने वाले उस झुंड के साथ है या फिर परमेश्वर के कलीसिया को तोड़ने वाले उस झुंड के साथ है? നമ്മൾ മരിച്ചവരുടെ കൂടെയാണോ അത് എഴുന്നേറ്റ് ജീവിക്കുന്നവരുടെ കൂടെയാണോ? क्या हम मरे हुए लोगों के साथ है या फिर हम जीने वाले लोगों के साथ है? ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. हे सोने वालों, मरे हुओं के बीच में से उठो. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളും പ്ലാനുകളും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ സമയങ്ങളിൽ ഉണർത്തുവാനിടയായി തീരുന്നത്. परमेश्वर को आपके बारे में, आपकी जिंदगी के बारे में एक योजना है, इसलिए समय पर परमेश्वर आपको जागरूक करने की कोशिश करता है. രണ്ട് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 2 सवाल पूछकर मैं अपने वचनों को समाप्त करना चाहता हूँ. പണിത് വരുന്നതിന് കൂടെയാണോ അതോ ഇടിച്ചു കളയുന്നതിന് കൂടെയാണോ? और क्या कलीसिया को बनाने वाले झुंड में आप शामिल हो या फिर उसके तोड़ने वाले के झुंड में आप शामिल हो? സെക്കൻഡ് ക്വസ്റ്റ്യൻ വെളിപ്പാട് പുസ്തകം വായിച്ച 16-ാം അധ്യായം 9-ാം വാക്യം 10-ാം വാക്യം, നിങ്ങൾ മാനസാന്തരപ്പെടുന്ന ഹൃദയമാണോ അതോ വീണ്ടും കഠിനമായി പോകുന്ന ഹൃദയത്തിനുടമയാണോ? और दूसरा सवाल जो है कि प्रकाशित वाक्य 16 अध्याय के में हमने जैसे पढ़ा वहां पे कि आप कठोर दिल रखने वाले लोगों के झुंड में आप शामिल हो या फिर परमेश्वर के सामने नम्र होकर लौट कर वापस आने वाले झुंड में आप हो? ഉണ്ടായി, കഠിനമായ ബാധകളുണ്ടായി, അവർ അതിനോട് अഡ്ജസ്റ്റ് ആയി പോകുവാൻ തയ്യാറായിക്കൊണ്ടേയിരുന്നു. और यहाँ पे लोगों के जिंदगी में मुश्किल और परेशानियां आता रहा, फिर भी लोग मन फिराना नहीं चाहे, परंतु उसके साथ ही एडजस्ट होकर आगे बढ़ने के लिए उन लोगों ने चाहा. ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. उनने परमेश्वर के नाम को त्यागा, परंतु कभी भी लौट कर आने की कोशिश नहीं की. കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. कष्ट और क्लेश और संकट के बीच में उन लोगों ने अपने दांतों को पीसा और परमेश्वर के विरुद्ध उन लोग खड़े हुए, परंतु परमेश्वर के पास मन फिरा कर लौट कर आने की उन लोगों में इच्छा नहीं थी. ആത്മാവ് വ്യക്തികളോടും സഭയോടും ഇടപെടുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? परमेश्वर की आत्मा परमेश्वर की कलीसिया से और एक व्यक्तियों से जो बात करता है, क्या हम इन दिनों में उसको समझ पाते हैं, ग्रहण कर पाते हैं कि नहीं? നമ്മുടെ ഹൃദയം അനുദിനം കഠിനമായി പോകുന്നുണ്ടോ അതോ 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 ലളിതമായ ടെൻഡേഡ് ആയ ഒരു ഹാർട്ടാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്? दिन प्रतिदिन हमारे अंदर जो आत्मा, हमारा दिल जो है वो दिन प्रतिदिन कठोर होते जा रहा है या वे परमेश्वर के सामने एक टूटे हुए मन को लेकर आने के लिए हम चाहते हैं क्या? ഉരുകുന്ന പകരുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. पिघलने वाले या फिर टूटने वाले एक दिल अगर हमारे अंदर है तो ये हम आत्मिक जिंदगी में आगे बढ़ पाएंगे. ആത്മാവ് എന്റെ ഉള്ളിലുണ്ടെന്നും എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നുള്ള ഏറ്റവും വലിയ തെളിവെന്താണ്? परमेश्वर के आत्मा मुझसे बात करता है, मुझसे बातचीत करता है, क्या सबसे बड़ा एक सबूत क्या है? നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയണം. परमेश्वर की आत्मा मेरे अंदर आता है तो क्या होगा, क्या बातें घटेगी करके हमें सबसे पहले समझना है. വളരെ പ്രശസ്തമായ ഒരു സമർപ്പണ ഗാനമുണ്ട്. और एक बहुत ही प्राचीन, एक सब लोग जानने वाले एक समर्पण गीत है. പാട്ടിന്റെ തുടക്കം എങ്ങനെയാണ്? സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ് ഫോൾ ഫ്രഷ് ഓൺ മീ. और इस गाने का इस प्रकार लिखा है कि परमेश्वर की आत्मा मेरे ऊपर उंडलाया. ആ ഗാനത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവേ നീ എന്നിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ബ്രേക്ക് മീ, മെൽറ്റ് മീ, മോൾഡ് മീ
and finally fill me എന്നാണ് ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. उस गाने के अंदर इस प्रकार लिखा है कि हे पवित्र आत्मा, तू मेरे अंदर जब आएगा तो तू मुझे तोड़ दे, मुझे पिघला दे, मुझे नए सिरे से बना, मोड़ कर बना और फिर मुझे तू भर दे. break me, melt me, mold me. അതിനുശേഷമാണ് fill me എന്നെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. हमेशा हमें इस प्रकार प्रार्थना करना है, परमेश्वर तू मुझे तोड़, मुझे पिघला दे और उसके बाद मुझे नए सिरे से तू बना और उसके बाद तू मुझे भर दे. പൗലോസ് കാണുവാൻ കഴിയുന്നു, അവരുടെ ഹൃദയം ടെൻഡേഡല്ലായിരുന്നു, അനുദിനം കഠിനമായി മാറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു. प्रकाशित वाक्य में हम इस प्रकार पढ़ते हैं, उनका दिल जो है वो कठोर था, उनका दिल मुलायम नहीं था. കഠിനമായ ഹൃദയത്തിന് പറയുവാൻ ആയിരക്കണക്കിന് എക്സ്ക്യൂസുകൾ കണ്ടേക്കാം. कठोर हृदय को बोलने के लिए 1000 प्रकार के बहाने उसके पास हो सकता है. എന്റെ ഒരു ഹൃദയം പറയുവാൻ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നതിനാൽ ഞാൻ അവന് വേണ്ടി ചോദ്യം ചെയ്യാതെ എന്നെ സമർപ്പിക്കുന്നു. और नाजुक या फिर मुलायम हृदय को बोलने के लिए केवल एक ही बात है, यीशु मसीह तू उतरा और मेरे जिंदगी में कार्य कर. നമ്മൾ പാടുന്ന പാട്ടുണ്ട്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. हम इस प्रकार एक गीत को गाते हैं कि मैंने निर्णय ले लिया है यीशु मसीह के पीछे हो लेने के लिए. There is no one with me, still I will follow Jesus. मेरे साथ चलने के लिए कोई भी नहीं है, फिर भी मैं यीशु मसीह के पीछे चलूंगा. മനസ്സിലാക്കുവാനോ അറിയുവാനോ തിരിച്ചറിയുവാനോ സത്യങ്ങൾ അറിയുവാനോ ആരുമില്ലെങ്കിലും ഞാൻ പിന്നെയും യേശുവിനെ പിൻപറ്റുക തന്നെ ചെയ്യും. मुझे जानने वाला, मुझे पहचानने वाला कोई भी नहीं हो, फिर भी मैं यीशु मसीह के पीछे चलूंगा. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. യേശു ഭൂമിയിൽ വന്നത് തന്റെ സഭയെ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. मैं अपने वचनों को समाप्त करना चाहता हूँ. यीशु मसीह इस पृथ्वी में इसलिए आया, अपने कलीसिया को बनाने के लिए. മടങ്ങി വരുന്നത് തന്റെ സഭയെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. और दोबारा वो लौट कर आएगा अपने कलीसिया को स्वीकार करने के लिए. മടങ്ങി വരുന്നത് തന്റെ മണവാട്ടിയെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. और वो दोबारा आएगा अपने दुल्हन को ले जाने के लिए. ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, we are the organs of Christ's body, we are the part of God's body, Christ's body. परमेश्वर का वचन हमें इस प्रकार सिखाता है कि हम जो है वो परमेश्वर के अंग हैं. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുവാൻ വേണ്ടിയല്ല, സഭയായി ആത്മാവിൽ നിൽക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. हमें अकेले अकेले खड़े रहने के लिए नहीं, परंतु परमेश्वर के कलीसिया के साथ एक झुंडों और एक आत्मा में खड़े रहने के लिए परमेश्वर हमें बुलाया है. വാഴുവാൻ, ഒന്നിച്ച് അധികാരം പ്രാപിക്കുവാൻ, ഒന്നിച്ച് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. हमें परमेश्वर ने बुलाकर अलग किया ताकि हम एक साथ खड़े रहे, एक साथ अभिषेक को प्राप्त करें और उस अभिषेक के द्वारा इस पृथ्वी को उटल पटल कर दे. ഭൂമിയിൽ രണ്ടുപേർ ഐക്യമെത്തിപ്പെട്ട്, രണ്ടുപേർ ആലങ്കാരികമായി പറയുന്നതാണ്, അത് സഭയെ കുറിച്ചുള്ള വാക്യമാണ്. ഭൂമിയിൽ സഭ ഐക്യമെത്തിപ്പെട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അതിന്മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകുവാനിടയായി തീരും. परमेश्वर का वचन हमें सिखाता है, 2 या 3 जन एक परमेश्वर के नाम में एक चित होकर प्रार्थना करेंगे. वहां पे कलीसिया को दर्शाया है. कलीसिया एकजुट होकर अगर प्रार्थना करेंगे तो हमारे विषयों के ऊपर हमें जवाब मिलेगा. ക്ലിയർ ചെയ്യാം. 1 2 3 പേർ എന്ന് പറയുന്നതിന് അർത്ഥം രണ്ടുപേരും മൂന്നുപേരും മാത്രം മതി, മൂന്നുപേരും മാത്രം പ്രാർത്ഥിച്ചേക്കാമെന്നല്ല. അത് ദൈവസഭയുടെ വാക്യമാണ്. ദൈവസഭയിൽ 2 പേരേ ഉള്ളോ, 3 പേരേ ഉള്ളോ, അവരെ നാമം വിളിക്കപ്പെട്ട 2 പേരേ ഉള്ളോ, അവർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, അതിനർത്ഥം സഭ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവപ്രവൃത്തി ഇറങ്ങി വരുമെന്നാണ് പഠിപ്പിക്കുന്നത്. यहाँ पे 2 या 3 जन लिखा है, उसका मतलब ये नहीं है कि 2 या 3 लोगों को ही मिलकर प्रार्थना करना है. परमेश्वर के कलीसिया में बुलाकर अलग किए हुए पाए हुए लोग, जितने भी लोग हैं वो सब एक साथ मिलकर प्रार्थना करेंगे. तो उसका मतलब यहाँ पे लिखा है 2 या 3 जन एक से एक चित होकर प्रार्थना करेंगे तो परमेश्वर कार्य करेगा. We are the hope of this world. മറന്നു പോകരുത്. हमें एक बात को भूलना नहीं है कि इस दुनिया का आशा हम ही है. We are the healers of the wounds of this world. हम ही जो है इस दुनिया के घाव को भरने वाले लोग हैं. We are the people to comfort other people. हम वो झुंड में लोग हैं जो दूसरे लोगों को शांति दे. നമ്മുടെ മേലുള്ള അധികാരമുള്ളത്, നമ്മുടെ മേലുള്ള അഭിഷേകമുള്ളത്, നമ്മളോട് കൂടിയാണ് ദൈവ സാന്നിധ്യമുള്ളത്. हमारे ऊपर जो अधिकार, जो अभिषेक है वो परमेश्वर ने हमारे ऊपर उंडेल दिया है. ഈ ദിവസങ്ങളിൽ യേശുവിനെ കൊടുക്കുന്നതിനെ മാറ്റപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. इन दिनों में हमें दूसरे लोगों के सामने यीशु मसीह को दे पाए वैसा एक व्यक्ति बनने के लिए परमेश्वर में सहायता करे. ഉരുകുന്ന
തകരുന്ന ഒരു ഹൃദയം നമുക്ക് ദൈവം നൽകി തരട്ടെ. पिघलने वाले और टूटने वाले मन परमेश्वर हमें दे, हम प्रार्थना करें। ആത്മാ നമ്മളെ ഓരോ ദിവസവും വഴി നടത്തട്ടെ. परमेश्वर की आत्मा प्रतिदिन हमें राह चलाए। അവന്റെ വരവ് ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിൽ അവന്റെ വരവിന് വേണ്ടിയും അവന്റെ പ്രവൃത്തിക്ക് വേണ്ടിയും ഒരുങ്ങിയിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर का आगमन काफी निकट है। दिन प्रतिदिन परमेश्वर के आगमन के लिए तैयार होकर उसके आगमन के लिए बाट जोते हुए रहने के लिए परमेश्वर हमें सहायता करे। ദിവസമടയ്ക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. अपने आंखों को परमेश्वर के सामने बंद करें, हम प्रार्थना करेंगे। വിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഏവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവിക സന്നിധിയിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും ഞങ്ങളുടെ വചനങ്ങളെ കർത്താവെ കേൾക്കുവാനൊക്കെ ദൈവം ഞങ്ങളുടെ മേൽ സഹായിച്ച് കരുണയ്ക്കായി നന്ദി. കർത്താവേ, ദൈവസഭയുടെ ആരംഭ അനുഭവങ്ങളിലേക്ക് ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകി ആരംഭിച്ചതായ ഈ മഹാനിയോഗത്തിന് വേണ്ടി കർത്താവെ പാർട്ടിക്കേഴ്സ് ആയിരിക്കുവാൻ, പങ്കാളികളായിരിക്കുവാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹാലക്ഷ്യത്തിൽ, മഹാദൗത്യത്തിൽ, ദൈവത്തിന്റെ ഗ്രേറ്റ് മിഷനിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം. കർത്താവേ, യേശുവിന്റെ അടുക്കൽ വന്ന ആരും നിരാശരായി പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരാം സൈന്യം പിടിച്ചുകൊണ്ട് പോയ പെൺകുട്ടി പറഞ്ഞതുപോലെ യജമാനൻ യെരൂശലേം വരെ ഒന്ന് പോയിരുന്നാൽ അവനെ അവിടെ പ്രവാചകൻ അവനെ സൗഖ്യമായിരുന്നുള്ള സാക്ഷ്യം പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ യേശു നിന്നെ സൗഖ്യമാക്കും, യേശുവിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, യേശു നിന്നെ സ്നേഹിക്കും. യേശുവിനെ അനുഗ്രഹിക്കുന്ന വാക്യങ്ങൾ പറയുവാൻ, അത് വിശ്വാസത്തോടെ പറയുവാൻ ഞങ്ങളെ കർത്താവ് പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നുള്ള വചനപ്രകാരം ദൈവത്തെ ആഴത്തിൽ വിശ്വസിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, കുറവുകളും പരാജയങ്ങളും ഉള്ളവരായ കർത്താവേ, നിന്റെ കർത്താവെ ഭക്തന്മാരെ ശിഷ്യന്മാരാക്കി മാറ്റി അഭിഷേകത്താൽ നിറച്ച് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പേരിന് അവകാശമാക്കി മാറ്റിയതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവസഭയുടെ അംഗത്വത്തിൽ നിലനിൽപ്പാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ, ദൈവ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാൻ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, ദൈവത്തിന്റെ കൂടെ കൂടുതൽ ചേർന്ന് നടക്കുവാൻ സ്വർഗം സഹായിക്കണം. അനുദിനം കർത്താവേ, ഹൃദയം കഠിനമായി പോകുന്നതിനായി തീരുവാനല്ല, മറിച്ച് കർത്താവേ, ഹാലലി ഓരോ അവസ്ഥയിലും ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഉരുകുന്ന തകരുന്ന ഒരു നല്ല ഹൃദയം ദൈവം ഞങ്ങൾക്ക് നൽകി തരയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഹൃദയം കഠിനപ്പെട്ടു പോകാതെ, ദൈവത്തെ നിന്ദിക്കാതെ, ദൈവത്തിനെ താഴുവാനും ദൈവത്തിനെ കഥ ഏൽപ്പിച്ചു കൊടുക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശക്തികൾ തിരിച്ചറിയട്ടെ കർത്താവേ, ഞങ്ങളുടെ അഭിഷേകങ്ങൾ തിരിച്ചറിയട്ടെ കർത്താവേ, ഞങ്ങളുടെ ദൈവകൃപ തിരിച്ചറിയട്ടെ കർത്താവേ. ഞങ്ങളിൽ കൂടിയാണല്ലോ ഈ കാലഘട്ടങ്ങളിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആയതിനാൽ സഭയായി ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. സ്വർഗം പകരുന്ന നന്മകൾക്കായി, അനുഗ്രഹത്തിനായി, കൃപകൾക്കായി നന്ദി. പകൽക്കാലം കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവകൃപ പകരണമേ കർത്താവ്. രാഷ്ട്രം മുഴുവൻ എല്ലാവരും വരും ദൈവകൃപ പകരണമേ. ആരും രോഗികളായി തീരരുത്, അതിനടുത്തുള്ള ഒരു കുടുംബത്തിലും കടന്നു വരരുത്. യേശുവിന്റെ രക്തവളപ്പിൽ ദൈവങ്ങൾ എല്ലാവരെയും പരിപാലിക്കണമേ. വേർപാടിന് വേദനയായിരിക്കുന്നതായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേക കർത്താവെ ക്രിസ്റ്റിയുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് ആശ്വസിപ്പിക്കണം. വീണ്ടും ഞങ്ങളുടെ വലിയ വ്യാപൃതരായി തീരുവാൻ ദാസിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിക്കണം. കർത്താവെ, ഞങ്ങളുടെ അയൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, പ്രിയ വിശ്വാസികളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ ആശ്വസിപ്പിക്കണം. കർത്താവെ, ലോകത്താൽ പാര പ്രതിവാസന്മാർക്ക് വേണ്ടി, ദൈവങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കണം. ആരും അനർത്ഥത്തിലൂടെ കടന്നു പോകാൻ കർത്താവ് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ദേശം സൗഖ്യമാകട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തിൽ കർത്താവേ, ഞങ്ങളുടെ സഭയുടെ പ്രാർത്ഥനകൾ അനേകർ ആവശ്യപ്പെടട്ടെ. ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത ഈ കാലഘട്ടങ്ങളിൽ അധികം കർത്താവേ, ദൈവത്തിന്റെ ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും നന്ദി. ഞങ്ങൾ തന്നെ പൂർണ്ണമായി കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചാൽ നന്ദി പറയുന്നപ്പാ.
പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ വീക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഇരിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഒരറിയിപ്പോടെ